aromamari.comല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. aromamary.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പ്രിയ ചന്ദ്രബാബു അവറുകളാണ്. പോളിയോ ബാധിച്ച് 60% ഡിസേബിൾ ആയ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവബഹുലമായ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ബാല്യത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട് അനാഥത്വം പേറി ഇഷ്ടികക്കളങ്ങളിൽ ഇഷ്ടിക എടുത്തും അവിടെ കിടന്നുറങ്ങിയും പട്ടിണി കിടന്നും വീട്ടുവേല ചെയ്തും ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച അസാധാരണമായ സംഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ വീഡിയോ പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ ഏവരും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരും. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനും ഇടയായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങളുമായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ചന്ദ്രബാബുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് അരോമ ടി വിയിൽ പ്രിയ ഡാനിയൽ പാസ്റ്റർ, ജോൺ പാസ്റ്ററോട് ഒരുമിച്ച് സാക്ഷ്യം പറയുവാൻ സർവശക്തനായ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. ഈ മനോഹരമായ സമയം എൻ്റെ സാക്ഷ്യം ദൈവം എനിക്ക് തന്ന, എന്നെ വിടുവിച്ച ആ സാക്ഷ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ ആരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. ടൈറ്റസ് എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ച ന്യൂ ഇന്ത്യ ചർച്ചിലെ പാസ്റ്റർ മുഖാന്തരമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം അരോമ ടി വിയിൽ ലഭിച്ചത്. ഞാൻ കൂത്താട്ടുള്ള AG PJ ജോസഫ് പാസ്റ്റർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കോതമംഗലത്ത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന മെലീദ ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ കേരളം ഒട്ടാകെയുള്ള ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യവും ഇതിൻ്റെ ഇടയിൽ എല്ലാ ദിവസങ്ങളിലും ദൈവം സഹായിക്കുന്നതനുസരിച്ച് കടന്നുപോയി ചെയ്യുന്നു. ഇതാ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത കുഞ്ഞിൻ്റെ പേര് വെതുവേല് ബാബു, രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് ബെദാനിയ ബാബു. എൻ്റെ ഭാര്യയുടെ പേര് ജയയാണ്. ഞങ്ങളങ്ങനെ കർത്താവിൻ്റെ കൃപയാൽ കോതമംഗലത്ത് 17 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. സർവശക്തനായ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കുമായി ഞാൻ ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിക്കുന്നു. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം ഇതൊരു വലിയ അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു ഹൈന്ദവ ഈഴവ കുടുംബത്തിൽ കൊല്ലം പരവൂർ നെടുങ്കോലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. വളർന്നത് പല സ്ഥലങ്ങളിലാണ്. ജീവിതത്തിലെ ബാല്യകാലം ഓർക്കുകയാണെങ്കിൽ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഓർക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ സമയം എൻ്റെ ബാല്യകാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഞാൻ ജനിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും അപ്പനും എനിക്കുണ്ടായിരുന്നു. എനിക്ക് 3 വയസ്സ് വരെ എൻ്റെ ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ വയസ്സിൽ പെട്ടെന്ന് പോളിയോ വന്ന് എൻ്റെ 2 കാലും തളർന്നു പോയിട്ട് അത് തളർന്നു പോകാൻ കാരണം എൻ്റെ അമ്മ തുണി അഴയിലേക്ക് വിരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് തളർന്നു പോകുന്നത്. എൻ്റെ അപ്പൻ വിവാഹം കഴിച്ച് ഒരു ഭാര്യയിൽ 6 മക്കളുണ്ട്. എൻ്റെ അമ്മയെ ആദ്യം വിവാഹം കഴിച്ച് അതിൽ 2 പെൺമക്കളുണ്ട്.
ഇങ്ങനെ തളർന്നു പോയി. അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എനിക്കൊരു അനിയനുണ്ട്. അവന് 10 മാസം മാത്രമേ ഉള്ളൂ. എന്റെ അനിയന്റെ തന്നെ അമ്മയുടെ വീട്ടുകാരെല്ലാം കൊണ്ടുപോയി. എനിക്ക് കാല് തളർന്നുകൊണ്ട് എനിക്ക് അവർക്ക് നോക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു ഒരനാഥനായി തീരുവാനിടയായി. അവരുടെ ജീവിതത്തിൽ പല ഭവനങ്ങളിൽ ജോലി ചെയ്തു. പല ഭവനങ്ങളിൽ പീഡനങ്ങൾ കേൾക്കേണ്ടി വന്നു. അവര് പറയുന്ന ജോലികൾ മുഴുവൻ നമ്മൾ ചെയ്ത് കറക്റ്റ് തീർത്തില്ല. എനിക്ക് നടക്കുമ്പം എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് കാല് തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാല് തട്ടി അപ്പം തന്നെ നിലത്ത് ഞാൻ വന്ന് വീഴും. പക്ഷെ അവർക്കത് വിഷയമൊന്നുമില്ല. ഏതൊക്കെ വീട്ടിൽ ജോലിക്ക് നിന്നോ ആ വീടുകളിലെല്ലാം പശുക്കളുണ്ടായിരുന്നു. അതിനെ രാവിലെ കുളിപ്പിക്കുകയും തൊഴുത്ത് വൃത്തിയാക്കി പുല്ലിറക്കിയൊക്കെ വേണം. അപ്പൊ എപ്പോഴും ഒന്നും പറ്റത്തില്ല ശരീരത്തിന്. അങ്ങനെ ദിവസങ്ങളോളം നിന്ന് വീടുകളിലൊക്കെ ആഹാരം തരാതെ റൂമുകളിലൊക്കെ പൂട്ടിയിട്ട ഒരുപാട് അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായി. കഷ്ടങ്ങളും പ്രയാസങ്ങളും മാത്രമേ ബാല്യകാലത്ത് ഓർക്കാനായിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് വീടുകളിൽ ജോലിക്ക് നിന്നു. 1999 വരെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ അപ്പൻ്റെ ആൾക്കാർ കൊണ്ടുപോയി. അവര് കൊണ്ടുപോയി അവരെ ലക്ഷ്യം എന്നെ കൊണ്ട് പറ്റുന്ന പണി അവരെ വീടുകളിൽ ചെയ്യിക്കുക. അവിടെ തൊഴുത്തില് വൃത്തിയാക്കുക, പശുവിനെ കുളിപ്പിക്കുക, പുല്ലെറുക്കുക, ഇങ്ങനെ പല ജോലികളിലേക്ക് ഏർപ്പെടാൻ വേണ്ടി അവരെന്നെ കൊണ്ടുപോയി. കൊണ്ടുപോയ എല്ലാ വീടുകളിലും അവരെന്നെ അടിച്ച് നിലത്തിട്ട് ശരീരത്തിലൊക്കെ കയറി ഇത് ചവിട്ടുന്ന അവസ്ഥകൾ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു നേരത്തെ ഭക്ഷണം പോലും ചില ദിവസങ്ങളിൽ കിട്ടാറില്ലായിരുന്നു. ഞാൻ കഷ്ടിച്ച് 9ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്. 5ാം ക്ലാസ്സിൽ വെച്ച് ആഹാരമില്ല. സ്കൂളിൽ നിന്ന് മാത്രം ആഹാരം കിട്ടും. അത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന വീടുകളിൽ എല്ലാ വീട്ടുകാർക്കൊന്നും ആഹാരം തരത്തില്ല. അങ്ങനെ ആഹാരത്തിന് പാകമില്ല. പലപ്പോഴും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അപ്പൊ ഉച്ചയ്ക്ക് 1 മണി സ്കൂളിൽ നിന്ന് ആഹാരം തരത്തില്ല. അങ്ങനെ ആഹാരം തരാത്ത ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഒരുപാട് വട്ടം പട്ടിണി കിടന്നിട്ടുണ്ട്. വിഷമങ്ങളുണ്ട്. ആരും സ്നേഹിക്കാനില്ല. എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് അവര് എന്നെ കൊണ്ടുപോയി വീട്ടിലേക്ക് വരികയും നോക്കുകയൊന്നുമില്ല. എൻ്റെ അനിയനെ എൻ്റെ അമ്മയുടെ വീട്ടുകാർ വളർത്തുവാനിടയിൽ ഒരുപാട് വീടുകളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 5ാം ക്ലാസ്സിൽ വെച്ച് എന്നെ സാറ് തോൽപ്പിച്ചു. പഠിക്കാൻ മുമ്പോട്ട് പറ്റാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് 7ാം ക്ലാസ് വരെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ പഠിച്ച് അത് കഴിഞ്ഞ് 3-4 കിലോമീറ്റർ കൊല്ലം പരവൂർ KHS എന്ന് പറഞ്ഞ സ്കൂളിൽ അവിടെ 8, 9 പഠിക്കാനിടയായി. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും ഇതേപോലെ ഉച്ചയ്ക്ക് അവിടെ 7ാം ക്ലാസ് വരെ ആഹാരം കൊടുത്തിട്ട് 8ലും 9ലും 10ലും ഒക്കെ ഉള്ളവർക്ക് ആഹാരം കൊടുക്കും. പലപ്പോഴും ആഹാരം കിട്ടാത്ത അവസ്ഥകളിൽ ആയിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂളിന്റെ അടുത്ത് 2 ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും അവിടെ കല്യാണവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. ഉച്ചവരെ സ്കൂളിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ആഹാരം കിട്ടത്തോട്ട് ഈ ഓഡിറ്റോറിയത്തിൽ പോയി ആഹാരം കഴിക്കും. അങ്ങനെ ആഹാരം കഴിച്ചു എല്ലാ ദിവസവും ഒന്നും കിട്ടൂല. അതിനുശേഷം 9ാം ക്ലാസ്സിലും പഠിച്ചു. 9ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ട് എനിക്ക് പഠിത്തം നിർത്തേണ്ട ഒരവസ്ഥയായി. മുമ്പോട്ട് 4 കിലോമീറ്റർ ഉണ്ട് അവിടെ KHS എന്ന് പറഞ്ഞ സ്കൂള്, പെരുമ്പഴ എന്ന് പറയും. ആ പെരുമ്പഴ നെടുങ്ങോലം പെരുമ്പഴയെന്ന് നടന്ന് ഞാൻ അവിടം വരെ പോകണം. എൻ്റെ ആ നെടുങ്ങോലത്ത് സ്കൂളുണ്ട്. അപ്പൊ എന്നെ ജോലിക്ക് കൊണ്ടുപോയി വീട്ടുകാർ എൻ്റെ അമ്മയുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടുമെന്നും പറഞ്ഞ് അവിടുത്തെ അടുത്ത സ്കൂളിൽ എന്നെ ആക്കിയില്ല. അവരെന്നെ കൊണ്ടുപോകുമെന്നും പറഞ്ഞു. അതിനുശേഷം ഞാൻ കൊല്ലം പരവൂര് KHS എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ കുറെ ഇത് പോയി എനിക്ക് തന്നെ ഇത് മടുപ്പായി. സ്കൂളിൽ നിന്ന് ആഹാരമില്ല. 8ാം ക്ലാസ്സിൽ തോൽപ്പിച്ചു. 9ാം ക്ലാസ് വരെ പഠിക്കാൻ വേണ്ടി രാവിലെ നടന്നു പോകണം. പലപ്പോഴും സ്കൂളിൽ വൈകിയാണ് എത്തുന്നത്. 9ാം ക്ലാസ് വെച്ച് പഠിത്തം അവസാനിപ്പിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട എന്നുള്ള ഒരു ഇതായി. ഇതിന് മുമ്പേ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അപകടങ്ങളും അനർത്ഥങ്ങളൊക്കെ കുഞ്ഞിലെ തന്നെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ പോളിയോ 60% എൻ്റെ ശരീരത്തിൽ തളർന്നു പോയതായിട്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ മുമ്പോട്ട് പോയി. 9ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി ആഹാരം ഇല്ലാതെ ആകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മരിക്കണം എന്നുള്ള ഒരു ചിന്തയായി. അങ്ങനെ മരിക്കണമെന്നും പറഞ്ഞ് ഒരു സ്ഥാപനത്തിൽ, അത് സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടെ അവിടെ ഒരു കയറ് കിടന്ന് ഒരു കമ്പിയിൽ ഞാൻ എടുത്ത് കെട്ടി. അപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. നിൽക്കുന്ന വീട്ടിൽ നിന്നൊക്കെ അവർ കറക്റ്റ് പണിയെടുത്തില്ലെങ്കിൽ അവരൊക്കെ എന്നെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അങ്ങനെ ഒരു കയറെടുത്ത് കെട്ടി ഞാൻ ആ 4 സൈഡും ആ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിൽ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. കയറെടുത്ത് കെട്ടിയിട്ട് പിന്നെ എൻ്റെ മനസ്സിൽ ആരെങ്കിലും അവിടെ വരുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കാൻ വേണ്ടി ഞാൻ നോക്കുന്ന സമയത്ത് ആരെയും കണ്ടില്ല. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഉദ്യോഗസ്ഥന്റെ വീട് അടഞ്ഞു കിടക്കായിരുന്നു. മതിലുണ്ട്. ആ മതിലിന്റെ അപ്പുറത്ത്. അപ്പൊ എനിക്ക് നീന്തറിയാം, സൈക്കിളോട്ട് അറിയാം. മാവിലൊക്കെ ഞാൻ കയറും, കാലുവെങ്കിലും പ്ലാവിലൊക്കെ കയറും. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് അപ്പുറത്ത് ഒരു മരത്തിൽ കപ്പളങ്ങ പഴുത്ത് കിടക്കാൻ.
അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഇത് പറിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി 2 കപ്പളങ്ങ പഴുത്ത് കിടക്കുന്നത് ഞാൻ പറിച്ച് കഴിക്കാനിടയായി. കഴിച്ചു കഴിഞ്ഞപ്പോ എന്റെ ആ ചിന്ത മാറി. മരിക്കണം എന്നുള്ള ആ ചിന്ത അങ്ങ് വിട്ടുമാറി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇഷ്ടിക കളത്തിൽ പഠിത്തം നിർത്തി 9ാം ക്ലാസ്സിൽ വെച്ച് പണിക്ക് പോയി. ഇഷ്ടിക കളത്തിൽ പണിക്ക് പോയി. അവിടുത്തെ പറ്റുന്ന പണികളൊക്കെ ചെയ്ത് ഒരു 10 രൂപ വെച്ച് തരും. അത് കഴിഞ്ഞപ്പോ ആ ഇഷ്ടിക കളം വാടകയ്ക്ക് കൊടുത്ത മനുഷ്യന്റെ വീട്ടില് ഒരു പുഴ സൈഡിലാണ്, ബാലൻ എന്നാ പേര്. അവരെ വീട്ടിൽ ജോലിക്ക് നിൽക്കാമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലിക്ക് നിൽക്കാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞ് ആഹാരം തരാം, പൈസയൊന്നും തരത്തില്ല, അവിടുത്തെ പണിയോടൊപ്പം നമ്മളെ വീട്ടിൽ വന്ന് പശുവിനെ കുളിപ്പിക്കുകയും തൊഴുത്ത് വൃത്തിയാക്കുകയും പുല്ല് അറക്കുകയൊക്കെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇഷ്ടികളത്തിൽ തന്നെ കിടന്നുറങ്ങും. അപ്പൊ സ്വന്തക്കാരൊന്നും ആരുമില്ല എന്റെ കൂടെ, ഒറ്റയ്ക്കാണ്. അവിടെ ഇങ്ങനെ കിടന്നുറങ്ങും. ഉറങ്ങി ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ പെട്ടെന്ന് എന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു വിട്ടിട്ട് അവരെ ചിട്ടിയിലെ പൈസ അടയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞ് 2000 രൂപയുള്ളു എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പൈസ കൊണ്ടുപോകുമ്പോൾ എന്റെ മനസ്സിൽ ഈ പൈസ എനിക്കൊന്ന് എണ്ണി നോക്കണമെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ആരാ പറയുന്ന പോലെ തോന്നി. അവർ എന്റെ അടുത്ത് 2000 രൂപയുള്ള ആ വീട് വരെ മോനെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തരുന്ന. ഞാൻ ആ പൈസ കൊണ്ടുപോയി, മൊത്തം 100ന്റെ നോട്ടായിരുന്നു. ഞാൻ എണ്ണി നോക്കുമ്പോൾ 2000 രൂപയല്ല, 4000 രൂപ അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു എന്ന് പറഞ്ഞ ആന്റി പൈസ തന്നത് അത് ആന്റിക്ക് മാറിപ്പോയി, 2000 രൂപയല്ല 4000 രൂപ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഈ 4000 രൂപ അല്ലല്ലോ പറഞ്ഞ, 2000 രൂപയല്ലേ. അപ്പൊ അവർ 2000 രൂപ എടുത്തിട്ട് പറഞ്ഞു മോൻ ബാക്കി പൈസ കൊണ്ട് കൊടുക്കാൻ. ഞാൻ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ അവർ എന്റെ അടുത്ത് പറഞ്ഞ് ഇനി ഭക്ഷണം മാത്രമല്ല ഞങ്ങളെ വീട്ടിൽ കിടക്കാൻ ഒരു റൂം തരാന്ന് പറഞ്ഞു. അങ്ങനെ പുഴ പെരുമ്പഴയിലാണ്, കുണ്ട്രയിൽ പുഴ സൈഡിൽ വാൽമൊലാളി എന്ന് പറയും. ആ മൊലാളിയുടെ വീട്ടിൽ ഞാൻ താമസിക്കാനുള്ള സൗകര്യം തന്നു. അങ്ങനെ മുമ്പോട്ട് അവിടുത്തെ പണിയും ചെയ്ത് ഇഷ്ടിക കളത്തിൽ പണിയും ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവിടെ വള്ളം പണിയുന്ന ആൾക്കാർ, മേശിരിമാർ, വള്ളം പണിയുന്ന മേശിരിമാർ അവിടെ കടന്നു വരുവാനിടയായി. ആ വള്ളം പണിയുന്ന മേശിരിമാരുമായിട്ട് ഞാൻ പരിചയപ്പെട്ട് അവർ ചെയ്യുന്ന ജോലികളൊക്കെ ഞാൻ നോക്കി നിന്നു. എൻ്റെ അപ്പ ആദ്യം വിവാഹം കഴിച്ച 3 മക്കൾക്കും ഈ ആശാരിപ്പണിയായിരുന്നു ആദ്യം അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരോടെയൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പൊ അവിടെ പണി വന്നോണ്ടിരുന്ന ഞാൻ ചെയ്തപ്പോ എനിക്കും പറ്റുന്ന പണി പോലെ തോന്നി. ഇരുന്നുള്ള പണിയാണ്, വെള്ളം ഉണ്ടാക്കുന്ന പണി, നിന്നല്ല. അല്പസമയം മാത്രം നിന്നാ മതി. അപ്പൊ ഞാൻ അതിന്റെ മേശിന്റെ അടുത്ത് ചോദിച്ചു, വിജയൻ എന്നാ പേര്, എന്നെയും കൂടെ ഈ പണി ഒന്ന് പഠിപ്പിച്ചെടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമില്ല, വന്നോ, പൈസയും തരൂല, 10-30 രൂപ ഞങ്ങൾ തരത്തുള്ളൂ, ആഹാരം മേടിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ 93-ല് സ്കൂളിലെ പഠിത്തവും എല്ലാം നിർത്തി 93 ആ വീട്ടിൽ ജോലിക്ക് പോയി. ഞാൻ ആ വള്ളം പണിയുന്ന മനുഷ്യന്റെ കൂടെ പോയി പണി പഠിക്കുവാനിടയായി. ഇങ്ങനെ പണി ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നെടുങ്ങോലം മീനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരുന്നു ഒരു ദിവസം പണി ചെയ്യുന്നത്. പണിക്ക് പോയിട്ട് അവരെന്റെ ചില്ലറ മാറാൻ വേണ്ടി ഷാപ്പിൽ പോയി ചില്ലറ മാറണം. ചില്ലറ മാറിയിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ വരുമ്പോ, ഇടത്തെ സൈഡിൽ കൂടെ വരുമ്പോ റൈറ്റ് സൈഡിൽ നിന്ന് ഈ പെട്ടെന്ന് ഈ മേശിരി വിളിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചു, പൈസ ചില്ലറ മാറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓന്ന് പറഞ്ഞിട്ട് ബാക്കിലും നോക്കിയില്ല, ഫ്രണ്ടിലും നോക്കിയില്ല. എനിക്ക് സൈക്കിളോട്ട് അറിയാം. ഞാൻ ആ സൈക്കിളോട്ട് നേരെ വെച്ചു കൊടുത്ത് ഒരു സഹോദരനും സഹോദരിയും കൂടെ സ്കൂട്ടറിൽ വരെയായിരുന്നു നെടുങ്ങോലത്തുള്ള. അവർ കൊണ്ടുവന്ന് എന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ഇടിച്ച് എന്റെ ഈ സൈഡ് ഒന്ന് നിലത്തടിച്ച്, അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെ വെച്ച് എനിക്ക് ബോധം നഷ്ടപ്പെട്ട് അവരെ എന്നെയും കൂടെ അവിടെ നിന്ന ആൾക്കാരെല്ലാം കൊട്ടി ഹോളി ക്രോസ് ആശുപത്രിയിൽ എന്നെ കൊണ്ടുപോയി. പിന്നെ പിറ്റേന്ന് അടുത്ത ദിവസം 3 മണിക്കാണ് എനിക്ക് ബോധം തെളിയുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞ് ചിലപ്പോഴേ ജീവൻ കിട്ടത്തുള്ളൂ, നല്ല അടിയായിരുന്നു അടിച്ച, ഈ സൈഡ് മൊത്തം വന്ന് അടിച്ച മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ആ മേശിരി എന്നെ വിളിച്ചത്. അവിടെ കിടന്നു. അപ്പൊ കൈയും കാലിലൊക്കെ കുറെ മുറിവ് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്ക് സ്കാൻ ചെയ്തിട്ട് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവർ എന്റെ പൈസയൊക്കെ ചെലവാക്കി എന്നെ വണ്ടി കൊണ്ട് ഇടിച്ചവര്, കേസൊന്നുമില്ല. ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പൈസ സമ്പാദിക്കണം, പൈസ സമ്പാദിക്കണം, പൈസ സമ്പാദിക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിടക്കാൻ ഒരു സ്ഥലമില്ലാത്ത. അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പൈസ 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 എന്ന് മാത്രമല്ല വേറെ ഒരു ചിന്ത എന്റെ മനസ്സിലില്ല. പൈസ എനിക്ക് സമ്പാദിച്ച് എവിടെയെങ്കിലും 2-3 സെന്റ് സ്ഥലം മേടിക്കണം, ഒരു വീട് വെക്കണം, ഒരു വണ്ടി മേടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇങ്ങനെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 98-ല് പണം പലിശയ്ക്ക് കൊടുക്കുന്ന രീതി, എൻ്റെ അമ്മയുടെ സ്ഥലം വിറ്റ് ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ ഈ ജോലി ചെയ്യുന്ന പൈസ, ആ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ പൈസ കൊടുത്തിട്ട് അവിടുത്തെ പണിയൊക്കെ രാവിലെ ചെയ്തു വെച്ചിട്ട് എനിക്ക് വള്ളം പണിക്ക് പോവാം. ആ പൈസ അവർ എന്നെ ബാങ്കിൽ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിനകത്ത് കിട്ടുന്ന പൈസ കൊണ്ടിടുമ്പോൾ ആ പൈസ എടുക്കാൻ വേണ്ടി നെടുങ്ങോലം സഹകരണ ബാങ്കിൽ നിന്ന് അവിടുത്തെ ഒരാൾ വരും. അവരയിലാണ് ചാവി, അവർ തുറന്ന് ഈ പൈസ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്കൊരു 10-15,000 രൂപയായി. അങ്ങനെ ഞാൻ ഈ പൈസ എങ്ങനെയാണ് വെളിയിൽ കൊടുക്കുന്നത് ഒരു ബാബു എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ കൂടെ നിന്ന് പഠിപ്പാനിടയായി.
അങ്ങനെ ഞാൻ ആ പഠിച്ച സമയത്ത് 1,00,000 രൂപ നമ്മൾ വെളിയിലേക്ക് ഒരാൾ കൊടുക്കുമ്പോൾ നമ്മൾ 85,000 രൂപ കൊടുക്കും. 1,00,000 രൂപ 100 ദിവസം കൊണ്ട് നമുക്ക് പിരിച്ചെടുക്കാം. അപ്പൊ ഈ 15,000 രൂപ വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയും പൈസ കൊടുക്കണ്ട, 13,500 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അത് പഠിക്കാനിടയായിട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ പണം പലിശയ്ക്ക് കൊടുക്കും. കയർ ബിസിനസ് തുടങ്ങി. അത് കൊല്ലത്ത് പോയി ഞങ്ങൾ പണിയുന്ന കയറെടുത്ത് നെടുങ്കോലത്ത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ 2 രൂപയ്ക്ക് എടുക്കുന്ന കയർ 3 രൂപയ്ക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഞാൻ ബിസിനസ്സിലേക്ക് കയറാൻ തുടങ്ങി. പിന്നെ സ്വർണത്തോടും അമിതമായ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ആർക്കും വേണ്ട, മാനിക്കാത്ത ആൾക്കാർക്ക് എന്നെ പണം പലിശയ്ക്ക് മേടിക്കാനായിട്ട് തുടങ്ങി. എന്റെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ അടുക്കുവാൻ തുടങ്ങി. അവരെവിടെയൊക്കെ ഞാൻ കൂട്ടുകൂടി. പക്ഷെ ഞാൻ ഈ വള്ളം പണിക്ക് പോകുമ്പോൾ പലപ്പോഴും ഞാൻ ആഗ്രഹിക്കും, ഈ പുഴ സൈഡുകളിൽ അവരുടെ നന്മട്ടി ഈ മണൽ വാരുന്ന കുറെ സാധനങ്ങളൊക്കെ ഷെഡ് അടിച്ചിട്ട് ആ ഷെഡില് വെച്ചിട്ട് ദൈവമേ എനിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് കിടക്കാൻ ഒരു ഷെഡ് കിട്ടിയായിരുന്നെങ്കിൽ. എനിക്ക് ജനിച്ചപ്പോഴേ ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ പണി ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ടൊരു ഷെഡെങ്കിലും എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ വലിയ ഒരു ആഗ്രഹം അന്നേ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു സ്ഥലമില്ല കിടക്കാൻ. എൻ്റെ അമ്മൂമ്മയുടെ പേർക്ക് ഒരു 5 സെന്റ് സ്ഥലം 4 മക്കൾ കൂടി താഴെ കിടന്നു, 100 അടി താഴ്ച. എനിക്ക് അവിടെ ഇറങ്ങാനോ കയറാനോ ഒന്നും പറ്റില്ല. അത് എൻ്റെ പേർക്കല്ല, പെറമ്പോക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കൊല്ലം നെടുങ്കോലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പലപ്പോഴും മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സ്വർണ്ണങ്ങൾ മേടിച്ചു കൂട്ടാനും സ്വർണം പണയം പലിശയ്ക്ക് എടുക്കുവാനും തുടങ്ങി. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. അപ്പൊ ഞാൻ എല്ലാവരും 5 മണി കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് പണിക്ക് ഇറങ്ങിയ എല്ലാവരും 5 മണി കഴിഞ്ഞ് പണിക്ക് പോകും. ഞാൻ ആ പോകുന്ന സമയത്ത് വള്ളത്തില് ഈ മണൽ വാരിക്കൊണ്ട് വരും. അത് വെള്ളത്തിൽ വെട്ടി ഇറക്കിയിട്ട് കഴുകി കരക്കിട്ട് കൊടുക്കും. അതിന് വേറെ പൈസ കിട്ടും. ഞാൻ അതിൽ ഇടപെട്ടു. അങ്ങനെ ഓരോ നിമിഷവും പൈസ പൈസ പൈസ. ഇങ്ങനെ പൈസയെ കുറിച്ച് മാത്രമല്ലാതെ എന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ 2000 വർഷം തികയുമ്പോൾ 99 പാരിപ്പള്ളിയിൽ ഗ്രേസ് ബേക്കറി എന്ന് പറഞ്ഞ അവരെ വീട്ടിൽ എനിക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നിൽക്കുന്ന വീട്ടുകാർ 1, 2, 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അവരുടെ വിധം മാറും. അവർക്ക് അവരുടെ വീട്ടിലെ ജോലി ഞാൻ ചെയ്യണം, ചെലവിനും എന്റെ ചെലവിനുള്ള പൈസയും കൊടുക്കണം. അപ്പൊ എനിക്ക് അതൊന്നും പറ്റാത്ത അവസ്ഥയായി. ഞാൻ വളരും തോറും എനിക്ക് എന്റെ മനസ്സിന് മാറ്റമായി. അങ്ങനെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി പാരിപ്പള്ളി ഗ്രേസ് ബേക്കറി എന്ന് പറഞ്ഞ അവിടുത്തെ അവരെ വീട്ടിൽ ഞാൻ പോയിട്ട് അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് ആദ്യം അവര് റൂം തരാന്നൊക്കെ പറഞ്ഞാ പോയാ. ചെന്നപ്പോ കിടക്കാൻ സ്ഥലമില്ലാതെ പണ്ടത്തെ നെല്ല് പൊടിക്കുന്ന ഒരു ഗോഡൗൺ പോലത്തെ ഒരു സ്ഥലം എനിക്ക് തന്നു. ഞാൻ 1 മാസത്തോളം അവിടെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അവിടുത്തെ അവസ്ഥകളൊക്കെ അറിഞ്ഞ് ഞാൻ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ 2 ആഴ്ച കഴിച്ചപ്പോൾ എന്റെ കാലില് മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞ് പൊത്ത് പോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്റെ കാലിൽ എന്തോ വന്നിട്ട് മാന്തയാ. ഞാൻ നോക്കിയപ്പോ മൊത്തം എലിയാ അതിന്റെ അകത്ത്. ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, കിടക്കാൻ സ്ഥലം ഇല്ലെന്നും പറഞ്ഞ് എലി എന്നെ മാന്തി എന്റെ കാലും കൈയൊക്കെ മുറിച്ചോണ്ടിരിക്കുക ഓരോ ദിവസം. ഈ നെല്ല് തിന്നാൻ വരുന്ന പഴയ പൊടുപ്പ് മില്ലായോണ്ട്, ഈ നെല്ല് കുത്തുന്ന മില്ലായോണ്ട്. അങ്ങനെ ഞാൻ അശോകൻ എന്ന് പറഞ്ഞ എന്റെ സഹോദരന്റെ വീട്ടിൽ ഞാൻ ചെന്ന് ചോദിച്ചു. ഞാനിവിടെ ചേട്ടന്റെ കൂടെ പണിഞ്ഞോട്ട്, പുള്ളിക്കും വള്ളം പണിയാണ്. അപ്പന്റെ ആദ്യത്തെ ഭാര്യയിലെ 3ാമത്തെ മോൻ. അവർക്കൊരു വീടൊന്നുമില്ല, ഒരു ടാർ ഷീറ്റ് കൊണ്ട് കൊല്ലത്ത് കഴ വെച്ച് കെട്ടിയ ഒരു ഷെഡാണ്. ഒരു ഷെഡിലെ റൂം അവർക്കും, ഒരു ഷെഡിലെ റൂം എനിക്കും. ഇങ്ങനെ ഞാൻ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ടെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞ് കുഴപ്പമില്ല, ഞങ്ങളിവിടെ പണിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് നമ്മളെ അവിടുന്ന് 120 രൂപ അവര് നമ്മളെ മോലാളിയിൽ നിന്ന് ശമ്പളം പിടിക്കും. ഞങ്ങൾക്ക് തരുന്നത് 40-50 രൂപയൊക്കെ തരത്തുള്ളൂ. ബാക്കി പൈസ മൊത്തം ഇവർക്കാണ്, ഈ പണി പഠിപ്പിക്കുന്ന ആൾക്കാർക്കാണ്. ചിലപ്പോൾ 50 രൂപ തരും, ചിലപ്പോൾ 40 രൂപ തരും. അങ്ങനെ ഇവര് എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അങ്ങനെ അവരെനിക്കൊരു ഷെഡ് തന്നു. അപ്പൊ ആ ഷെഡില് എനിക്ക് കുഞ്ഞിലെ മുതല് ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ നിന്ന എല്ലാ വീടുകളിലും അവിടെ വൈകിട്ട് 6 മണിക്ക് പടങ്ങളുണ്ട്. പടം വെച്ചിട്ട് അതിന്റെ മുമ്പിലിരിക്കുന്ന വിളക്ക് തേച്ച് വൃത്തിയാക്കിയിട്ട് പൂ എവിടെയുണ്ടോ അവിടെ പോയി പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഓലക്കാലിന്റെ 2 സൈഡിലും വള്ളിയുണ്ട്. ഇത് ഇരിഞ്ഞിട്ട് ആ മാല കെട്ടി അതിന്റെ മുമ്പിൽ ഇട്ടിട്ട് 6, 6:30-ക്കുള്ളിൽ അതിന്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വയ്ക്കണം. അപ്പൊ ഞാൻ ഈ പൈസ സമ്പാദിക്കാൻ ഈ ദൈവത്തിനല്ലാതെ പൈസ തരാൻ ആർക്കും കഴിയത്തില്ലെന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള എന്റെ ചിന്തയിൽ ഇങ്ങനെ കടന്നു വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞാൻ ശബരിമലയിൽ 6 വർഷം ഞാൻ പോയി. പളനിയിൽ ഞാൻ 1 വർഷം പോയി. ഗുരുവായൂർ 2 വട്ടം പോയി. ചക്കുളത്ത് എല്ലാ മാസവും പോകും. വീട്ടിന്റെ അടുത്ത് ഒരു മുരുകൻ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പറ്റുന്നിടത്തോളം പോകും. പിന്നെ വർക്കല ശിവഗിരിയിൽ ഞാൻ പോകും. അങ്ങനെ ഒരു ഹിന്ദു ഭക്തനായി ഞാൻ തീർന്നിട്ട് എന്റെ കയ്യിൽ സ്വർണ്ണ ലോക്കറ്റ്, ഏലസ്, കയ്യിൽ ചരട് ഇങ്ങനെ കെട്ടി കാവി കയ്യിലേ ഞാൻ ഉടുക്കത്തുള്ളൂ. എപ്പോഴും ഒരു 4-5 കുറി എന്റെ ശരീരത്തിൽ കാണും. ഇങ്ങനെ ഞാൻ ഒരു ഭക്തനായി തീർന്നിട്ട് അവരെനിക്കൊരു ഷെഡ് തന്നപ്പം
ഞാൻ കുറെ പടങ്ങൾ മേടിക്കാൻ തുടങ്ങി. 50 രൂപ, 100 രൂപ, 20 രൂപ. അപ്പൊ എവിടെ പോയാലും ഈ ദൈവങ്ങളുടെ എന്ന് പറയുന്ന പടങ്ങൾ മേടിച്ച് റൂം മൊത്തം വെച്ചിട്ട് കളർ ബൾബ് ഇട്ട് അലങ്കരിക്കും. അപ്പൊ എന്റെ ഉള്ളിൽ ഓരോ ദിവസം കഴിയുമ്പോൾ ദൈവം എന്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ഒരു ചിന്ത മുഖാന്തരം ഈ ദൈവം ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, ഈ ദൈവമാണ് എനിക്ക് ഈ പൈസയൊക്കെ വർദ്ധിപ്പിച്ചു തരുന്നത് എന്നുള്ള ചിന്തയുണ്ടായി. പിന്നെ എന്റെ കയ്യിലൊക്കെ എപ്പോഴും പൈസയായി 10,000-കണക്കിന് രൂപകൾ വന്ന് കയറാൻ തുടങ്ങി. ഈ പണത്തിന്റെ ഇത് മുഴുവൻ എനിക്ക് ജോലി ചെയ്തതിനേക്കാൾ കൂടുതൽ ഈ പണം പലിശയ്ക്ക് കൊടുക്കുമ്പോൾ, കയർ ബിസിനസ് ചെയ്യുമ്പോൾ, പിന്നെ ഞങ്ങൾ വള്ളം പണിഞ്ഞു കഴിയുമ്പോൾ ഈ വള്ളത്തിൽ ആരും ചെയ്യാത്ത ഒന്നാണ് ഈ ചാളയുടെ നെയ്യ് വള്ളത്തിൽ കൊടുക്കണം. അത് കൊടുത്ത 3 ദിവസം വരെ ചാള നെയ്യുടെ സ്മെല്ല് ഞങ്ങളുടെ വസ്ത്രത്തിൽ, ശരീരത്തിൽ വിയർക്കും തോറും അതിന്റെ സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് നല്ല പൈസ കിട്ടും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൂടെ കൂട്ടി വിളിച്ചു പറഞ്ഞു, നമുക്ക് ആരും ചെയ്തില്ലെങ്കിലും ചെയ്യാം, അത് ഒരു 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് 500-600 രൂപയ്ക്ക് ഒരു പാട്ടയ്ക്ക് 100 രൂപ വെച്ച് നമുക്ക് ചെയ്യും. ഒരു വള്ളത്തിൽ 5-6-7 പാട്ടയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അതും ചെയ്ത് അങ്ങനെ എന്തൊക്കെ രീതിയിൽ പൈസ സമ്പാദിക്കാം ആ രീതിയിലൊക്കെ പൈസ സമ്പാദിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഷെഡിന്റെ അകത്താണ് കിടക്കുന്നത്. ഈ ഷെഡിൽ മൊത്തം ഞാൻ എവിടെ പോയാലും കിട്ടുന്ന പൈസയുടെ പകുതി കൂടുതൽ ഈ ദൈവങ്ങളെ മേടിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കാൻ തുടങ്ങും. എന്നിട്ട് കളർ ബൾബ് ഇടും, എപ്പോഴും കുറിയിടും. അങ്ങനെ ഒരു ഭക്തനായി, ഹിന്ദു ഭക്തനായി തന്നെ ജീവിക്കണം. എന്നിട്ട് ശിവഗിരിയിൽ പോകും. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് 2000 വർഷം തികയുമ്പോഴത്തേക്കും ഞാൻ രാവിലെ ജോലിക്ക് പോയി. രാവിലെ ജോലിക്ക് പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ അശോകൻ എന്ന് പറഞ്ഞ ഈ സഹോദരന്റെ വീട് ഒരു കുഴിയിലാണ്. അപ്പൊ സൈക്കിൾ അങ്ങോട്ട് ഇറങ്ങി പോകത്തില്ല. സൈക്കിൾ ഒരുപാട് ദൂരെ വെച്ചിട്ട് സൈഡിൽ കൂടെ ഇറങ്ങി പോയിട്ട് താഴേക്ക് റൈറ്റ് തിരിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഈ കന്യാസ്ത്രീമാര് ധരിക്കുന്ന കണക്കത്ത ഒരു ലോക പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ട ഒരു ആന്റി, തലയിൽ മൂടുപടമുണ്ട്, ഒരു പച്ച ഡ്രസ്സാണ് അവർ ഇട്ടാക്കുന്നത്, പച്ച തുണിസഞ്ചി. അവര് താഴേന്ന് മേലേക്ക് കയറി വരുന്നു, ഞാൻ മേലിന്ന് താഴേക്ക് ഇറങ്ങി പോണു. ഇവൻ എന്റെ മുഖത്തേക്ക് നോക്കി, മോനെ, ഞാൻ മോനെ തിരക്കിയാ വന്ന, മോനെ കാണാനായിട്ട് വന്നേന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ അടുത്ത് നിൽക്കാൻ കഴിയുന്നില്ല, ഭയങ്കരമായ സ്മെല്ല് എനിക്ക് വരുന്നു. ഒരു 35 വയസ്സ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. 40 വയസ്സിന് 35 വയസ്സിന് നല്ല വെളുത്ത ഒരു ആന്റിയാണ്. പക്ഷെ അവർക്ക് ഭയങ്കര സ്മെല്ല്. ആശുപത്രിയിൽ നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ, പണ്ടത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ കയറുമ്പോൾ ആ മരുന്നിന്റെയൊക്കെ പോലത്തെ ഒരു ഭയങ്കര സ്മെല്ല്. ഞാൻ അവരുടെ അടുത്തുനിന്ന് മാറിപ്പോയി. ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറി ആ ജോലി ഡ്രസ്സ് മാറിയിട്ട് നല്ല ഡ്രസ്സ് ഇട്ടിറങ്ങുമ്പോൾ ഇവർ വീട്ടിന്റെ മുറ്റത്ത് നിന്ന്, മോന്റെ പേര് ചന്ദ്രബാബു അല്ലേ എന്ന് ചോദിച്ചു. ആദ്യം ഇവര് എന്നെ തിരക്കി എന്ന് പറഞ്ഞു. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു, മോന്റെ പേര് ചന്ദ്രബാബു അല്ലേ, മോന്റെ ജോലി ആശാരിപ്പണി അല്ലേന്ന്. അപ്പൊ എനിക്ക് എന്റെ അമ്മ ജാതകം എഴുതി വെച്ചിരുന്നു. ആ ജാതകവും അതേപോലെ ഞാൻ കൈ നോക്കുന്നവരടുത്ത് പോകും. തത്തയെ കൊണ്ട് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ചീട്ടെടുത്ത് കൈ നോക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ എനിക്ക് പോകുമ്പോൾ അവർ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. അവർ ചോദിക്കുന്ന പൈസ ഞാൻ കൊടുക്കും. ഞാൻ പണക്കാരനാവോ, എനിക്ക് വീട് കിട്ടുമോ, എനിക്കൊരു കുടുംബം ഉണ്ടാവുമോ, ആൾക്കാരൊക്കെ എന്നെ മാനിക്കുമോ എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ. അപ്പൊ ഈ ദൈവങ്ങള് അടുത്ത് പോയിട്ട് അവർ ഇതിൽ പ്രസാദിക്കുന്നുണ്ടോ, എന്റെ കൂടെ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കിടന്നത്. അപ്പൊ ഇവരെന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവര് ഭിക്ഷ ചോദിക്കാൻ വന്നെങ്കിലും ഇവരെന്റെ പേര് പറഞ്ഞ് എന്റെ ആശാരിപ്പണി ചെയ്യുന്ന കാര്യം പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അറിയാതെ ഈ ആന്റിയുടെ സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ അശോകൻ എന്ന് പറഞ്ഞ സുജയൻ, ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചി പറഞ്ഞു എനിക്ക് ഭക്ഷണം തന്നു. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഞാൻ അറിയാതെ അവരിലേക്ക് അടുത്ത് പോവാണ്, ആന്റി ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആന്റി എന്നാ വിളിച്ച. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ഭക്ഷണം തന്നോ, ഞാൻ കഴിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് എനിക്ക് ഭക്ഷണം തന്നതിനോടൊപ്പം ഈ ആന്റിക്ക് ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു. ഇവരിത് കഴിച്ചു. ഈ ഭക്ഷണം ഈ ആന്റി കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് ഇവരെ കയ്യിലിരുന്ന തുണിസഞ്ചി തുറന്നിട്ട് ഇവരൊരു ബൈബിൾ എടുത്ത്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്ര അടുത്ത് ബൈബിൾ ഞാൻ കാണുന്നത്. എനിക്ക് ബൈബിളിന്റെ ആവശ്യമില്ല, എനിക്കത് തൊടേണ്ട ഒന്നും ആവശ്യമില്ല, കാണേണ്ട ആവശ്യമില്ല. എന്റെ വീട്ടിന്റെ അടുത്തൊന്നും ഈ പെന്തക്കോസ്ത് ചർച്ചോ അല്ലെങ്കിൽ പള്ളിയോ ഒന്നുമില്ല, കൊല്ലം നെടുങ്ങോലം എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇവര് പെട്ടെന്ന് ഇത് എടുത്തിട്ട് ഈ ബൈബിളിൽ നിന്ന് ഓരോ കാര്യം പറഞ്ഞിട്ട് എന്നെ ആ റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, മോനെ, ഇത് പൈസ കൊടുത്ത് മേടിച്ച ഒരു ദൈവമാണ്. ഇത് ആൾക്കാരുടെ സങ്കല്പത്തിൽ അവര് വരച്ച്, അവര് സൃഷ്ടിച്ച്, അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമാണ് മോനെ. പക്ഷെ വേദപുസ്തകം, പുറപ്പാട് പുസ്തകം അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 20-ാം അധ്യായത്തിൽ പറയുന്നത് യാതൊന്നിന്റെ പ്രതിമ ഉണ്ടാക്കരുത്, ഒന്നിനെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കരുത്. ഇവർ നേരത്തെ പറഞ്ഞെങ്കിലും ഇവരോട് അടുത്തെങ്കിലും എനിക്ക് ഇവരോട് നന്നായിട്ട് ദേഷ്യമായി. ഞാൻ 20, 50, 100 രൂപ കൊടുത്ത് ഓരോ സ്ഥലത്ത് പോയി ഞാൻ കഷ്ടപ്പെടുന്നത് ആരും തന്നിട്ടല്ല. ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന പൈസ കൊടുത്ത് മേടിച്ചു വെച്ചേക്കുന്ന ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ദൈവത്തെ കുറിച്ച് ഇവർ കുറ്റം പറയാൻ തുടങ്ങി. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, മോൻ ഉണ്ടാക്കി വെച്ച ഈ ദൈവത്തിന്റെ അടുത്ത് എന്നിട്ട് അതിനകത്തൊന്ന് ഊതിക്കഴിഞ്ഞാൽ അതിന് ചലിക്കാൻ പറ്റത്തില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
ഉണ്ടാക്കിയ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോ അത് ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഊതിക്കഴിഞ്ഞാൽ അതിന് ഒരു ചലനം ഉണ്ടാക്കത്തില്ല. അത് ചലിക്കാൻ അതിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മോനെ എങ്ങനെ അത് രക്ഷിക്കുമെന്ന് ചോദിച്ചു. എനിക്ക് നന്നായിട്ട് ദേഷ്യം അങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ ആന്റി എന്റെ അടുത്ത് പറഞ്ഞു, മോനെ അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം, മറ്റേ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇങ്ങനെ ഒന്നിനെ ഉണ്ടാക്കി വെച്ച് ആരാധിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് ചോദിച്ചു, മോനെ നമ്മളെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്, നമ്മളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തെയാണോ നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത്, അതാ നമ്മൾ ഉണ്ടാക്കിയ ദൈവത്തെയാണോ? അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ചോദിച്ച സമയത്ത് ഞാൻ ഇവരെന്തൊക്കെ പറയുന്നത്, ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവര് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഞാൻ പോവുകയാണ്, ഇവിടുന്ന് പോവുകയാണ്, ഞാൻ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, എനിക്ക് കുഴപ്പമില്ല, നേരത്തെ ഉള്ള ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയണ്ട. ഞാൻ എന്നെ മേടിച്ചു വെച്ചേക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കി നിൽക്കും. മുട്ടുമടക്കാൻ പറഞ്ഞപ്പോ അല്ലാതെ ഞാൻ വേറെ ഒരു രീതിയിലും പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടം. അവര് എന്റെ തലയെ കൈവച്ചപ്പോ തലയ്ക്ക് ഒരുമാതിരി പെരുപ്പും തലയിൽ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ട് കണ്ണിലേക്ക് ഭയങ്കരമായ പ്രകാശം ഒന്ന് അടിക്കാനായിട്ട് തുടങ്ങി. ഭയങ്കര, ഒരിക്കലും കാറിന്റെ വെട്ടം പോലും അത്രയും ഇതില്ല. എനിക്ക് ഭയങ്കര പ്രകാശങ്ങൾ എന്റെ കണ്ണിലേക്ക്, പല പല പ്രകാശങ്ങൾ, നീല ഒരുമാതിരി കാറിന്റെ വെട്ടം, സൂര്യപ്രകാശം പോലത്തെ വെട്ടങ്ങൾ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, മോന്റെ കാല് കർത്താവ് അത്ഭുതകരമായി കുറേശ്ശെ സൗഖ്യമാക്കും, സൗഖ്യമാക്കി തരും എന്ന് എൻ്റെ അടുത്ത് പറയാനിടയെ. ഞാൻ അത്ര അത് ഉൾക്കൊണ്ടില്ല. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവരെ ബാഗ് തുറക്കുന്ന സമയത്ത് ഇതിനകത്ത് ബൈബിള് മാത്രമല്ല, ഏകദേശം എനിക്ക് തോന്നുന്നു 10 250 നോട്ട്, പുത്തൻ നോട്ട് ഈ ഭിക്ഷ ചോദിക്കാൻ വന്ന ആന്റിയുടെ കയ്യിലിരിക്കുക. ഇതിന്റെ ഒരു സൈഡിൽ മൊത്തം വെള്ള പേപ്പറിൽ അവർ വചനം എഴുതി പിടിപ്പിച്ചാക്കെ. എനിക്കൊരു വചനം അവരെടുത്തു തന്നു. ആ വചനം, നീ ഏത് അളവ് കൊണ്ട് അളക്കുന്നു ആ അളവിനാൽ നിനക്ക് അളന്ന് തിട്ടപ്പെടുത്തി തമ്പുരാൻ തരുമെന്ന് ഉള്ള ഒരു വാക്യം എനിക്ക് തന്നു. അവിടെ നിന്ന ചേച്ചിക്ക് ഒരു അമ്മച്ചിക്ക്, ഞങ്ങൾ 3 പേരെ ഇത് കാണുന്നുള്ളൂ. എന്നിട്ട് ഇവര് ഭക്ഷണവും കഴിച്ച് വീട് വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ചുമ്മാതെ എനിക്ക് ചോദിക്കണമെന്ന്, ആന്റി ഇന്ന് ആന്റി ഏത് വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്? ആന്റി ഈ വീടുകളിൽ പോവാത്ത ദിവസങ്ങളിൽ, ഈ മഴയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ദിവസങ്ങളിൽ ആറ്റിങ്ങലോ എവിടെയെന്ന് അവരെ വീട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആറ്റിങ്ങൽ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അല്ലാതെ ഉള്ള ദിവസങ്ങളിൽ ആന്റിക്ക് എന്ത് ചെയ്യും? അല്ല ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആന്റി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ ആ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എങ്ങും പോയില്ലെങ്കിലും ഞാൻ എൻ്റെ വീട്ടില് പാത്രം എടുത്തു വെച്ച് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ട ആഹാരം സർവശക്തനായ യേശു കർത്താവ് എനിക്ക് അതിൽ തരും. അന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ അത് ജീവിതത്തിൽ ഇപ്പോഴും പ്രയോഗിക്കാറുണ്ട്. സർവശക്തനായ ദൈവം ഇപ്പോഴും വരാ അങ്ങനെ എനിക്ക് തരാറുണ്ട്. ഈ ദൈവം അങ്ങനെ എന്നെ നടത്തുന്ന സ്തോത്രം. ഒരു സംഘടനയും 5 രൂപ പോലും എനിക്ക് ഇപ്പോഴും വരാം 2012 ശേഷം മോന്റെ ആവശ്യത്തിന് വേണ്ടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സംഘടനക്കാരും എന്നെ സഹായിക്കാറില്ല. സർവശക്തനായ ദൈവം ഞങ്ങളെ 4 വരെ അത്ഭുതകരമായി ആ എങ്ങനെ ആന്റിയെ നടത്തി അതേപോലെ നടത്തുന്ന ഒരു ദൈവം ഉണ്ട്. ആന്റി വീട് വിട്ടു പോയി. ഏകദേശം 10 10:30 ആയി പോകുന്ന സമയത്ത് 12:30 ആകുമ്പോ ഈ ആന്റി ഞങ്ങളെ വീട്ടിൽ വന്നു. ആന്റി ഞങ്ങളടുത്ത് രാവിലെ പറഞ്ഞ മാരകമായ ഒരു രോഗിയുടെ വീട്ടിൽ നിന്നായിരിക്കും ഇന്ന് ഭക്ഷണം കഴിക്കുന്ന, ആ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ആന്റി 12:30 ആകുമ്പോൾ ഞങ്ങളെ വീട്ടിൽ വന്നു. ഞാൻ ആ അശോകന്റെ ആ വൈഫിന്റെ അടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് ഇവർ രാവിലെ പറഞ്ഞ മുഴുവൻ തട്ടിപ്പാ. നമ്മളെ വീട്ടിൽ മാരകമായ രോഗികൾ ആരും തന്നെ ഇല്ല, ഇവരെന്തിനാ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നതെന്ന് ഞാൻ മാറി ഇന്ന് അവരുടെ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞോ. അത് മുഴുവൻ ഈ ആന്റി എൻ്റെ അടുത്ത് പറയാനിടയായി. ഒന്ന് ഞാൻ പറയട്ടെ, നമ്മൾ എത്ര അകലത്ത് മാറി നിന്നാലും നമ്മൾ ഇരിക്കുന്നതും എണീക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ അകത്തെ സകല നിരൂപണങ്ങളും അകലത്ത് നിന്ന് അറിയുന്ന ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ ഈ ആന്റി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇവരെ സൂക്ഷിച്ചൊന്ന് നോക്കി. അവർ വീട് വിട്ടു, അതിനുശേഷം പോയി, ആഹാരം കഴിച്ചിട്ട് അവർ പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ച് നോക്കുമ്പോൾ പ്രഭാത സമയം, ഏകദേശം എനിക്ക് 8 മണിക്ക് പണിക്ക് കയറിയാൽ മതി. 7 മണിക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ മുറ്റത്ത് കാപ്പിപ്പൊടി ഡ്രസ്സ് ധരിച്ച, കാപ്പി കളർ തുണിസഞ്ചി ധരിച്ച, കഴിഞ്ഞ ദിവസത്തെ സ്മെല്ലൊന്നുമില്ലാത്ത, മുഖം മൊത്തം പ്രകാശിക്കുന്ന ആ ആന്റി ആ മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇന്നും ആന്റി ഇവിടെ വന്നോ? അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ 10 രൂപ ഞാൻ കൊടുത്തു, വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു കൊടുത്തു. ഇന്ന് വന്ന നിന്റെ 10 രൂപ മേടിക്കാനല്ല, ഞാൻ ചില കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയാ വന്ന. അവൻ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി.
മോൻ ഇന്നലെ എന്നെ കാണിച്ചു തന്നതൊന്നും ദൈവമല്ല, ദൈവം ഒരുവനേ ഉള്ളു. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഈ ദൈവം തരുന്ന ഒരു സമാധാനം നീ ഉണ്ടാക്കി വെച്ച ഒരു ദൈവത്തിന് തരുവാൻ കഴിയത്തില്ല. ലോകത്തിൽ അനേകം അത്ഭുതം ചെയ്യുന്ന മന്ത്രിമാരുണ്ട്, പക്ഷെ അവർക്കാർക്കും ഒരത്ഭുതവും ചെയ്യാൻ പറ്റത്തില്ല. ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, അവരെയൊന്നും പേര് വീരനാം ദൈവമല്ല. ലോകത്തിൽ അനേക ദൈവങ്ങളുണ്ട്, അവർക്കൊന്നും നിത്യജീവനില്ല. സ്തോത്രം. നിത്യജീവൻ ഒരുവനെയുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം ഒരുവനേ ഉള്ളല്ലോ. അഖിലാണ്ടത്തിൽ ജനിപ്പിച്ച സകല മനുഷ്യർക്കും സമാധാനം കൊടുക്കുന്ന ആ യേശു ക്രിസ്തു മാത്രം എന്റെ അടുത്ത് പറയുവാനിടയെ. പിന്നെ എനിക്ക് ഇവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറയാണ്, ഹിന്ദുവായി ഈഴവ കുടുംബത്തിൽ, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ജനിച്ച നാൾ മുതൽ കണ്ടുവരുന്ന ഒന്നുണ്ട്, എല്ലാ കൊല്ലത്തുള്ള ഈഴവരെ വീട്ടിലും നാരായണ ഗുരുവിന്റെ ഫോട്ടോ വയ്ക്കും. അത് കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള ദൈവങ്ങൾക്കെല്ലാം അങ്ങനെ അതിനും മാല കെട്ടിയിടും. അങ്ങനെ എല്ലാത്തിനും മാല കെട്ടി ജീവിച്ചു പൊക്കൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ ദൈവം പറയും, മോനെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ രൂപങ്ങളൊന്നും ചെന്ന് നിന്ന് കൊടുത്തിട്ടില്ല. എന്റെ രൂപം ഇതാണ്, നീ ഒരു ഫോട്ടോ എടുത്തോ, എന്റെ രൂപം ഉണ്ടാക്കിക്കോ, എന്റെ ഇത് നിന്റെ സങ്കല്പത്തിൽ നീ വരച്ചു വെച്ച് ആരാധിച്ചോ എന്നൊന്നും ആരടുത്തും എങ്ങും പറഞ്ഞിട്ടില്ല. മനുഷ്യന്റെ സങ്കല്പത്തിൽ അവൻ ഓരോന്ന് ചെയ്തു വെക്കുന്നേ. അത് ഉളിയും കൊട്ടുകൂടിയും പിടിക്കുന്ന മോനാണല്ലോ. മോൻ നാളെ ഇങ്ങനെ ഒരു രൂപം ഉണ്ടാക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ആ ഉളി ആ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക് തട്ടുമ്പോൾ അതിന് ഒന്ന് പറഞ്ഞുകൂടെ, എനിക്ക് വേദനിക്കുന്നു, എന്റെ ശരീരത്തിൽ ഈ ഉളി വെച്ചടിക്കേണ്ടെന്ന്. നിന്റെ ശരീരത്തിൽ ഒരു ഉളി വെച്ചടിച്ചാൽ നീ അപ്പം പറയും, ഒരു സൂചി കുത്തിയാ നീ എന്റെ അമ്മൂന്ന് നിലവിളിക്കും, അല്ലെങ്കിൽ എന്റെ ദൈവമേന്ന് നിലവിളിക്കും. അത് ഒരിക്കലെങ്കിലും ഇത് വെച്ച് ഉളിയും കൊട്ടുകൂടിയും വെച്ച് പണിയുന്ന ഇത് സംസാരിച്ചിട്ടുണ്ട്, എന്നെ പണിഞ്ഞെടുക്ക്, എന്റെ ശരീരം വേദനിക്കുന്നു, ഇത് ഉളിയല്ലേ, ഇത് കൊട്ടുകൂടിയല്ലേ, ഇത് ചിറ്റയല്ലേ, ഇത് ആണിയല്ലേ. പക്ഷെ നിന്റെ ശരീരത്തിൽ ഞാൻ ഒരു പിന്നു വെച്ച് ഇപ്പം കുത്തിയാൽ നീ നിലവിളിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാക്കുന്ന എല്ലാ ദൈവം, അദൃശ്യനായ മനുഷ്യനെ സൃഷ്ടിച്ച, അവന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം ആരെന്ന് നീ പഠിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ആന്റി, ഞാൻ എവിടെ പോയി പഠിക്കാനാ? എനിക്കത് പഠിക്കുവാൻ ഒരു വഴിയുണ്ടോ? ആരാ എന്നെ പഠിപ്പിക്കാൻ? അവർ പറഞ്ഞു, നീ ഇത്രയും നാൾ സമ്പാദിച്ച പൈസകൾ മുഴുവൻ, ഈ ലോകത്തിൽ കൂട്ടിവെച്ച പൈസകൾ മുഴുവൻ ഒറ്റ മാസം കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാനിടയെ. ഒറ്റ മാസം കൊണ്ട് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നീ വേദപുസ്തകം പഠിക്കും. ഞാൻ പറഞ്ഞു, വേദപുസ്തകം പഠിക്കാൻ നേരെ ചൊവ്വേ മലയാളം പോലും എനിക്ക് എഴുതാനായിട്ട് അറിഞ്ഞുകൂടാ, വേദപുസ്തകം എന്തെന്ന് അറിഞ്ഞുകൂടാ, ഇത് എവിടെ പോയി പഠിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, നിനക്ക് പലതും അസാധ്യമായിരിക്കും, സർവശക്തനായ ദൈവത്തിന് എല്ലാം സാധ്യം എന്ന് പറയാനിടയായി. എനിക്ക് അന്നൊന്നും അതിന്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ല. ഈ ആന്റി എന്റെ തലയിൽ ഒരിക്കൽ കൂടെ കൈവച്ച് പ്രാർത്ഥിച്ചവനോട്, ഞാൻ പോവുകയാണ്, നീ ഇനി ഒരിക്കലും എന്നെ കാണത്തില്ല. ആ ദേശത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളും, ഈ സുജ, അശോകൻ എന്ന് പറഞ്ഞ അവർ ആയുസിന് മുമ്പേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നും അവരെ കുഞ്ഞുങ്ങൾ അനാഥരായി തീരുമെന്ന് ഈ ആന്റി പറയാനിടയായി. അവര് ആ 2000 വർഷം തികയുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ പൈസ കൊടുത്തിട്ട് മേടിച്ചില്ല. ആ ദേശത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, ഈ ദേശത്ത് നീ അധിക നാള് കാണത്തില്ല, നീ ചെയ്യുന്ന ജോലി അധിക നാള് ചെയ്യേണ്ടി വരത്തില്ല, നീ സമ്പാദിച്ചു കൂട്ടിയ പൈസയെല്ലാം നിന്നെ വിട്ട് ഒരു നാൾ പോകും, നിനക്കാരും കാണൂല നിന്നെ രക്ഷിപ്പാൻ. പക്ഷെ ഒന്നെനിക്കറിയാം, നീ ജനിച്ച അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ കഷ്ടതയല്ല, നിന്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുന്ന ആരുമില്ല. ദൈവം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. ദൈവത്തിന്റെ അർത്ഥം അവൻ സ്നേഹം, അവൻ വെളിച്ചമാണ്, അവൻ സ്നേഹമാണ്. ആ സ്നേഹമാകുന്ന ദൈവം, ആ വെളിച്ചമാകുന്ന ദൈവം നിന്റെ ഉള്ളിലേക്ക് കടക്കും. നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഇരുള് മാറിപ്പോവും. നിന്നെ സ്നേഹിക്കുവാൻ ആരുമില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന സർവശക്തനായ ഒരു യേശു കർത്താവ് ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ബാക്കിയൊന്നും ഞാൻ ഓർക്കുന്നില്ല. ആ ആന്റി എന്നെ വിട്ടുപോയി. ഇതിന് ശേഷം 92-ൽ എനിക്ക് ഇങ്ങനെ ഒരു വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് മൂക്കിൽ കൂടെയും വായി കൂടെയും ചെവി കൂടെയൊക്കെ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അവിടെ തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ പോകുന്ന റൂട്ടിൽ പന്നിയോട് എന്ന് പറഞ്ഞ ഒരു സുകുമാര വൈദ്യർ, ലോകം എല്ലാവരും അറിയുന്നത്, ആ ഡോക്ടറെ അടുത്ത് ഞാൻ പോയി. ഡോക്ടർ കുറച്ചു നാളൊക്കെ ചികിത്സിച്ചിട്ടൊന്നും എന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് മാറുന്നില്ല. എന്റെ സ്വന്തക്കാർ ബന്ധുക്കളൊക്കെ പറഞ്ഞ്, അത് ആ തലയ്ക്ക് അന്ന് അടി കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ മൂക്കിൽ വല്ല കുരുപ്പൊക്കെ വന്ന് പൊട്ടുന്നതായിരിക്കും, അത് അങ്ങനെ പെട്ടെന്ന് മാറൂല, ഏതെങ്കിലും ഡോക്ടറെ കാണാനെന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരനോട്ടാണ് സുകുമാര വൈദ്യരുടെ അടുത്ത് ഞാൻ പോയ പന്നിയോടെന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ കുറെ നാൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചൂണ്ടയിടുന്നവരോടെ പോകും, വല വീശുന്നവരോടെ പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2003-ല്
2003 8-ാം മാസത്തിൽ എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പോവുകയാണ്. എന്റെ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ രാത്രി മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രി മൊത്തം ഞങ്ങൾ മീൻ പിടിച്ച് ഞങ്ങളുടെ ജോലി അവിടുന്ന് ഞങ്ങൾക്ക് പൈസയൊക്കെ കൊടുക്കാതെ ഞങ്ങൾക്ക് മദ്യം അവിടുത്തെ ഒരു ആചാരം, വള്ളം തുടങ്ങുന്ന സമയത്ത് നമുക്ക് മദ്യം കിട്ടും. ഞാൻ പൈസ കൊടുത്തൊന്നും മദ്യം മേടിക്കത്തില്ല. വള്ളം പണിഞ്ഞ് വെള്ളത്തിലേക്ക് തള്ളി ഇറക്കുമ്പോൾ അവർ നമുക്ക് മദ്യം ഫ്രീ ആയിട്ട് മേടിച്ചു തരും. പിന്നെ കൂട്ടുകാരും വല്ല ഓണോ അങ്ങനെയുള്ള വിശേഷങ്ങളിലൊക്കെ നമുക്ക് മദ്യം അവർ തരും, നമ്മളത് കുടിക്കും. അങ്ങനെ ഞങ്ങള് ഈ കൂട്ടുകാർ അമ്പിളി എന്ന് പറഞ്ഞ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഈ മണിലാലും ഈ അമ്പിളിയുടെയും ഞാനും കൂടെ അവിടെ ഏക്കർ കണക്കിന് പാടം മീനാട് കിടപ്പുണ്ട്. അവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി രാത്രി ഈ ചൂണ്ടയൊക്കെ ആയിട്ട് പോയി അവരെ കൂടെ നടന്നു. കുറെ മീനൊക്കെ കിട്ടി. അവിടെ ഒരു MSRന്റെ കമ്പനി ഉണ്ട്, കട്ട ഇഷ്ടിക കമ്പനി. അവിടെ പോയി കപ്പയും പുഴുങ്ങി അല്പം മത്തിയ വെച്ച് ഈ മീനും ഉണ്ടാക്കി കഴിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഉറക്കം ഒഴിഞ്ഞിട്ട് പണിക്ക് കയറുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തല ചുറ്റുന്ന പോലെ തോന്നി. തല ചീറ്റിയിട്ട് മൂക്കി കൂടെ ബ്ലഡ് വരുന്ന നിൽക്കുന്നില്ല. പെട്ടെന്ന് കണ്ണിന്റെ കാഴ്ച മുഴുവൻ നഷ്ടപ്പെട്ടു. എന്റെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാരും കൂടെ എന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നെടുങ്കോലത്ത് ആശുപത്രിയിൽ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ പാരിപ്പള്ളിയിലൊരു ഡോക്ടറായിരുന്നു അവിടെ ഇരുന്ന. ആ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ കുറെ ടെസ്റ്റൊക്കെ എഴുതിയപ്പോൾ എന്റെ ശരീരത്തിൽ ബ്ലഡിന്റെ അളവ് വളരെ കുറവാണ്. ബ്ലഡ് നിൽക്കുന്നില്ല. ഡോക്ടർ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തന്നു. എന്റെ സ്വന്തക്കാർ ബന്ധുക്കളൊക്കെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, വണ്ടി വിളിച്ച് നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ കൊണ്ടുചെന്ന സമയത്ത് അവിടെ കാഷ്വാലിറ്റി കാണിച്ച സമയത്ത് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു 10 ദിവസം ഇവിടെ ഇട്ടാക്കണം. എന്താണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ബ്ലഡ് നിൽക്കാതെ വായിക്കൂടെയും മൂക്കിക്കൂടെയും ചെവിക്കൂടെയൊക്കെ ബ്ലഡ് ഇങ്ങനെ പോകുന്നതെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. ഒരു 10 ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇവന്റെ സ്വന്തക്കാരും ബന്ധുക്കളും ഒന്നും അല്ല ഞങ്ങൾ ഇവന്റെ കൂട്ടുകാരും അയൽക്കാരൊക്കെ, ഞങ്ങൾക്ക് പോകണം, ഈ 10 ദിവസം ഇവിടെ കിടത്താനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു അനിയനുണ്ട്. അനിയൻ വേറെ അമ്മയുടെ ആൾക്കാരോടെ വളർന്ന. ഞങ്ങൾ വലുതായതിനു ശേഷം ഒരുമിച്ച് കാണുവാനിടയായ എൻ്റെ അപ്പന്റെ ആൾക്കാരോടെ. അങ്ങനെ ആ നിന്ന ആൾക്കാർ എല്ലാരും പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞ് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോ, ഞാൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആയി എഴുതി തരാം, നിങ്ങൾ തിരിച്ച് വിട്ട ആശുപത്രിയിലേക്ക് എന്നെ പൊക്കോ, എടുക്കേണ്ട ഇഞ്ചക്ഷനും എഴുതി തരാന്ന് പറഞ്ഞു. നേരെ ഈ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം കൂടെ അത് എഴുതി അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷനും എടുത്ത് നേരെ നെടുങ്ങുകോലം ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുവന്നു. നെടുങ്ങോലം ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ആ ഡോക്ടർ പറഞ്ഞ് കഴിഞ്ഞ ദിവസം എനിക്ക് പറ്റാത്തോണ്ടല്ലേ വിട്ട. അപ്പൊ ഇവര് റിപ്പോർട്ടൊക്കെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞ് ഇന്ന് ഒരു രാത്രി ഞാൻ നോക്കട്ടെ, നാളെ എനിക്ക് പറ്റൂലെങ്കിൽ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോകേണ്ടി വരുന്നു. രാവിലെ ഡോക്ടർ വരുന്ന സമയത്ത് ആ കിടക്കുന്ന ബെഡ് മൊത്തം ബ്ലഡാണ്. മൂക്കിക്കൂടെയും വായിക്കൂടെയും ചെവിക്കൂടെയും ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. ഡോക്ടർ പറഞ്ഞ് എനിക്ക് നാളെ എൻ്റെ പേർക്ക് ഒരു കുറ്റം വരും, ഇവിടുന്ന് നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി വിളിച്ച് നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്നപ്പം എന്നെ കഴിഞ്ഞ ദിവസം നോക്കിയ ഗോപകുമാർ എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ഈ ഡോക്ടർ അവിടെ ഇല്ല. ഡോക്ടർ വീട് കവടിയാറിലെ ആ ഭാഗത്ത് എവിടെയാണ്. ഡോക്ടർ വീട് തിരക്കി പിടിച്ച് ഡോക്ടറെ വീട്ടിൽ ചെന്നു. കാലും കൈയും കൂടെ നിന്നവരൊക്കെ പിടിച്ച് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തു. 1-ാം പാർട്ടിൽ 1-ാം നമ്പർ ബെഡിൽ 17-ാമത്തെ ഇതില്. അതിന്റെ ഡേറ്റ് എന്നെ അവിടെ 21/8/2003 എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഏകദേശം 1 മാസത്തോളം ഞാൻ അവിടെ കിടക്കേണ്ടി വന്നു. അവിടെ ചെന്ന ഉടനെ അഡ്മിറ്റ് ചെയ്തിട്ട് 1-ാം പാർട്ടിൽ 17 നമ്പർ ബെഡിൽ അവർ ചെയ്ത ഒന്നുണ്ട്. എന്റെ കുറെ ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറ്റാൻ തുടങ്ങി. ബ്ലഡിന്റെ അളവ് 3.1 അല്ലാതെ ഒരു പൊടിയില്ല. വേണമെങ്കിൽ 5 താഴെ 3-ലായ ആ മനുഷ്യൻ മരിച്ചു പോവാം. മരിക്കാതിരിക്കുന്ന ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമം ഉയർത്തുവാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ, അടുത്ത ദിവസം രാവിലെ എന്റെ നട്ടലിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് അസ്ഥിരകത്തുനിന്ന് മജ്ജയെടുത്ത് ടെസ്റ്റിന് അയച്ച്. ഈ ടെസ്റ്റ് മടങ്ങി വരുന്നവരെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ബ്ലീഡിങ് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഒരു മരുന്നുണ്ട്, അത് പഞ്ഞി വെച്ച് തുടച്ച് രക്തകൂമ്പത്തിൽ കൂടി ചെവി കൂടി മൂക്കി കൂടി വായി കൂടിയൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങും. ഭക്ഷണത്തിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കാനിക്കാൻ തുടങ്ങി. എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയത്തില്ല. ബ്ലഡും പ്ലാസ്മയും കയറ്റുമ്പോൾ ഡോക്ടർ കൈ പിടിച്ച് നോക്കിയിട്ട് ബ്ലഡ് 3-4 തുള്ളി ഇറങ്ങിയിട്ട് മുളച്ചു വരുന്നതേ ഉള്ളൂ. ബ്ലഡ് ഇറങ്ങുന്നില്ല. ശരീരത്തിൽ നരമ്പുകൾ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ബ്ലഡും പോസിറ്റീവ് ബ്ലഡും പ്ലാസ്മയും ശരീരത്തിൽ കയറ്റാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ നട്ടലിന്റെ ഭാഗത്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് ചെയ്ത മജ്ജയെടുത്ത് ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു എനിക്ക് അയച്ചു. അതിന്റെ റിപ്പോർട്ടുകളെല്ലാം എൻ്റെ ഇരിപ്പുണ്ട്. അയച്ചു. 16-ാമത്തെ ദിവസം 16 ദിവസം കഴിഞ്ഞ സമയത്ത് ആ റിസൾട്ട് മടങ്ങി വന്നു. അന്ന് 16 ദിവസം എടുത്ത് അപൂർവത്തിൽ അപൂർവ മാർക്ക് മാത്രം വരുന്ന അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ മാരകമായ ഒരു രോഗത്തിന്റെ അടിമയാണ് ഞാൻ.
എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിൽ മജ്ജയിൽ നിന്ന് ഇനി ഒരിക്കലും ഒരു തുള്ളി രക്തം ഉണ്ടാകത്തില്ല. ഇതിന്റെ പോംവഴി ബെല്ലൂര അമേരിക്കയില കൊണ്ടുപോയി മജ്ജ മാറ്റിവെക്കണം. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ലതിക എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്. അവര് ഈ മാത്യു തോമസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഡോക്ടറിലേക്ക് കൈമാറി. മാത്യു തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറെ അടുത്ത് ചോദിച്ചു, ഡോക്ടറെ, ഈ ഇത്രയും പൈസ ഞങ്ങൾ മുടക്കി, ഞങ്ങൾ ഈ ചികിത്സ ചെയ്തു കഴിഞ്ഞിട്ട് ഈ വ്യക്തി ജീവിക്കില്ലെന്ന്. ഡോക്ടറുടെ കയ്യിൽ ഒരു വില കൂടിയ വാച്ചാ കിടന്ന. എനിക്ക് അതൊക്കെ ഇപ്പോഴും ഓർക്കാൻ കഴിയുന്നുള്ളൂ. ഡോക്ടർ ഈ വാച്ച് തൊട്ട് നോക്കിയിട്ട് പറഞ്ഞ്, ഇത് കമ്പനിക്കാരൻ പടിഞ്ഞിറക്കിയ വാച്ചാണ്. ഈ വാച്ച് എപ്പം നിന്നു പോകുന്നു എപ്പോ ഓടുമെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പൈസ ചെലവാക്കാതെ ഇരിക്കുകയെ ചെയ്യും. ഇതെപ്പം നിന്നു പോകുന്നു എനിക്ക് പറയാൻ പറ്റാത്തതുപോലെ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഞാൻ പറയട്ടെ, ആയുസ് തന്ന ദൈവത്തിനറിയാം എപ്പം തിരിച്ചെടുക്കണം, എത്ര നാൾ ഭൂമിയിൽ ജീവിക്കണമെന്ന്. ആ ദൈവത്തിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് പ്രിയ ഡാനിയൽ ജോൺസ് പാസ്റ്ററുമായിട്ട് ആരോമ ടിവിയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന. ഈ ഭൂമി പോലും കാണത്തില്ലെന്ന് വിധി എഴുതിയ സ്ഥാനത്ത് മെഡിക്കൽ കോളേജിൽ മാത്രം ഇഞ്ചക്ഷൻ എടുക്കണം. 10 ഇഞ്ചക്ഷൻ 3.5 ലക്ഷം രൂപ വേണം. എന്റെ റിപ്പോർട്ടുണ്ട്, എല്ലാം ഒന്നും ഞാൻ കാണിക്കില്ല. 3.5 ലക്ഷം രൂപ ആശുപത്രിയിൽ മാത്രം എനിക്ക് വേണം. 3.5 ലക്ഷം രൂപ ഇഞ്ചക്ഷൻ എടുക്കുവാൻ ഡോക്ടർ പറഞ്ഞു തന്നുണ്ട്, മോനെ പത്രത്തിലേക്ക് ഇടാൻ വേണ്ടി തരാം, പത്രത്തിൽ ഇട്ടോ, കുറച്ച് പൈസയ്ക്ക് ആരെങ്കിലും ഒക്കെ സഹായിക്കും. അങ്ങനെ ഫെബ്രുവരി മാസത്തില് മാതൃഭൂമി പത്രത്തിൽ ഇടുവാൻ ഇടയായി. മാർച്ചില കേരളോമതി പത്രത്തിൽ ഇടാൻ ഇടയായി. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർക്ക് വിടാൻ പറ്റത്തില്ല. വിട്ടു കഴിഞ്ഞാൽ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എപ്പോഴും മരുന്ന് വെച്ച് തുടയ്ക്കണം, ബ്ലഡും പ്ലാസ്മയും കയറ്റിക്കൊണ്ടിരിക്കണം. ഡോക്ടർക്ക് എന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയുന്നില്ല. ഡോക്ടർ വരുമ്പോഴൊക്കെ പറയുന്നത്, നിങ്ങൾ 3.5 ലക്ഷം രൂപ ഉണ്ടാക്കി കൊണ്ടുപോവാ, 3.5 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കണ്ടെത്തി കൊണ്ടുപോവാ, ഇവിടെ ആദ്യം ഇഞ്ചക്ഷൻ എടുത്ത് നോക്കാം, അതൊന്നും വിജയകരമല്ല, അത് വെളി രാജ്യത്ത് നിന്നാ ഇഞ്ചക്ഷൻ വരുത്തേണ്ടത്, നിങ്ങൾ പൈസ കൊണ്ടുപോവാ. ഈ മാത്യു തോമസ് എന്ന് പറഞ്ഞ ഡോക്ടർക്ക് അതേ പറഞ്ഞു. ഡോക്ടർ എന്താ പ്രത്യേകത, എന്റെ മുമ്പിൽ വെച്ച് ഡോക്ടർ പറഞ്ഞ്, ഈ രോഗം വന്ന ഒരു വ്യക്തി പോലും എന്റെ അറിയിൽ ജീവിച്ചിരിപ്പൂല, മജ്ജ മാറ്റി വെച്ച. ഞങ്ങൾ അങ്ങനെ പത്രത്തിൽ ഇടാൻ വേണ്ടി എന്റെ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ തീരുമാനമെടുത്തു. പക്ഷെ പത്രത്തിൽ ഇട്ടില്ല. 2003 വരെ പത്രത്തിൽ ഇട്ടില്ല. അങ്ങനെ ആശുപത്രിയിൽ ഏകദേശം 17 മുതൽ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ചർച്ചിൽ ഒരു ശ്രീകാര്യം ഗ്രാഫിൽ കുന്നെന്ന് പറഞ്ഞ ചർച്ചിൽ, ആ ചർച്ചിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. 40 ദിവസത്തെ 7 ദിവസത്തെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ചർച്ചിൽ ഒരു ആന്റിക്ക് പരിശുദ്ധാത്മാവ് പാസ്റ്ററോട് ഇടപെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1-ാം വാർഡിൽ 17-ാം നമ്പറിൽ മരിക്കത്തക്ക രോഗം പിടിച്ച ഒരു രോഗി അവിടെ കിടപ്പോട്ട്, നിങ്ങൾ പോയി സന്ദർശിക്കണമെന്ന്. ഈ പാസ്റ്ററും വിശ്വാസികളൊക്കെ ഇത് പറയുന്നത് എത്രത്തോളം സത്യമാണ്, എത്രത്തോളം ഇതിനകത്ത് ഇതുണ്ട് എന്നൊന്നും അവർക്ക് അറിയാൻ വയ്യ. അങ്ങനെ അവരവിടെ കിടന്നു വന്ന് ഡോക്ടർമാരുടെ അടുത്ത് ചോദ്യം പറഞ്ഞ്, അങ്ങനെ നിങ്ങൾ അന്വേഷിച്ച് വന്ന ഒരു രോഗി ആ 1-ാം നമ്പർ ബെഡിൽ 17-ാം നമ്പർ ബെഡിൽ 1-ാം വാർഡിൽ കിടപ്പുണ്ടെന്ന് പറയാനിടയിൽ അവർ എൻ്റെ അടുത്ത് കടന്നു വന്ന് വീണ്ടും ഒരിക്കൽ കൂടി യേശുവിനെ കുറിച്ച് പറയാൻ. ഇവർ പറയുന്ന സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ച്, 2000-ൽ എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഒരു ആന്റിയിൽ കൂടി പറഞ്ഞു. അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് എന്തെന്നോ, ഇതൊക്കെ ഉള്ളതാണോ കള്ളമാണോ, ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് എനിക്കറിയാം, ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് ആർക്കും ആരുടെ പേരും ഏത് സ്ഥലവും ആരെയും തമ്പുരാൻ മനസ്സിലാക്കി കൊടുക്കും. കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ദൂത് പറയാം. എൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹമായിരുന്നു, സാറേ, എനിക്ക് എന്നെ വിടുവിച്ച ദൈവത്തെ കുറിച്ച് ആരെങ്കിലും എടുത്ത് കുറെ മാസികകൾക്ക് കൂടി ഹല്ലേലൂയ, ബെരേക മിഷൻ, ഫർശനം, തേജസ് ഇങ്ങനെയുള്ള മാസിക 10-20 അനുഭവ സാക്ഷ്യം ട്രാക്ട്, പിന്നെ പരസ്യത്തിന് പോകുമ്പോൾ ഇതല്ല അർത്ഥം മറ്റുള്ളവരുടെയൊക്കെ അനുഭവം ഈ ചാനലുകളിൽ കൂടി ടിവിയിൽ കൂടിയൊക്കെ കേൾക്കുമ്പോൾ എന്നെ ഇത്രയും വലിയ വിടുതൽ തമ്പുരാൻ എനിക്ക് തന്നിട്ട് എനിക്ക് ഇതൊന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു വഴി ദൈവം തുറക്കുന്നു എന്ന് ഞാൻ പലരിടത്ത് ആലോചിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഇതൊക്കെ വലിയ റിസ്ക് ഉള്ള പണിയാണ്, ഇതൊന്നും നടക്കത്തില്ല, നിന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 40 ദിവസം ഈ വിഷയത്തിന് മാത്രമല്ല കുറെ വിഷയങ്ങൾക്ക് വേണ്ടി ഇരുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഈ ഉപവാസം കഴിഞ്ഞ് 3-ാം ദിവസം എറണാകുളത്തുള്ള ടൈറ്റസ് എന്ന് പറഞ്ഞ ന്യൂ ഇന്ത്യൻ ചർച്ചിലെ എൻ്റെ കൂടെ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ച ഒരുമിച്ച് വേല ഇപ്പോഴും ചെയ്യുന്ന പരസ്യങ്ങൾ നടക്കുന്ന ഈ പാസ്റ്റർ ദൈവാസനെ
ഒരു പാസ്റ്റർ ഉണ്ട്, ഡാനിയൽ ജോൺ എന്നാണ് പാസ്റ്റർ പേര്, ഗുജറാത്തിലാണ്. ആ പാസ്റ്റർക്ക് ഒരു ചാനലുണ്ട്, ആരോമ ടി വി ആണ് അതിന്റെ പേര്. നിനക്ക് താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതിനോട് താല്പര്യമുണ്ടോന്നാ. ഞാൻ എത്ര വർഷമായിട്ട് എന്നെ വിടുവിച്ച ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരടുത്ത് പറയാൻ, കർത്താവ് എനിക്കൊരു വഴി ഒരുക്കണമേ എന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ എനിക്കൊരു അവസരം തന്നിട്ടില്ല. ഞാൻ ഇന്ന് പറയാം, ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാനലാണ് ആരോമ ടി വി. ദൈവദാസനും ഞാൻ ഒരുപാട് പേരുടെ പാസ്റ്റർ എടുത്ത് കുറച്ച് കാണുമെന്ന്. അവർ ആരും വചന പ്രസംഗക്കാരല്ല, അവരെല്ലാം സാക്ഷ്യം പറയുന്നത്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ പലരുടെ സാക്ഷ്യങ്ങൾ കേട്ടിരുന്ന് കരയുവാനിടയായി. ഇപ്പോഴത്തെ ഈ ചാനൽ ഇനിയും വളരെ വളർന്നു പന്തലിച്ച് ഒരു പടുപുഷ്ടമാക്കി തമ്പുരാൻ ഈ ചാനലിനെ മാറ്റട്ടെ. അങ്ങനെ ആ ഒരു ആഗ്രഹപ്രകാരം ഇന്ന് എനിക്ക് ദൈവം ഈ ഒരു ആഗ്രഹം നടത്തി തന്ന 145 സങ്കീർത്തനം 19 വാക്യത്തിൽ പറഞ്ഞു, തന്റെ ഭക്തന്റെ ഹൃദയത്തിൽ ആഗ്രഹം സർവശക്തനായ ദൈവം നടത്തി കൊടുക്കും. ഞാൻ പറയാം, എന്റെ ആഗ്രഹം ഇന്ന് പകൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടും അറിയിക്കണം എന്നുള്ള ആ ആഗ്രഹത്തെ നിവർത്തിച്ച ഒരു ചാനലാണ് ആരോമ ടി വി. ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് ടി വികളുണ്ട്. ഒരവസരം എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പോട്ടെന്ന്. ആരും എനിക്കൊരു അവസരം തന്നിട്ടില്ല. ഇങ്ങനെ ഈ ദൈവാസ അവിടെ കിടന്നു എന്ന് പറഞ്ഞു. ദൈവാസൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടാണ് മോന്റെ അടുത്തേക്ക് ഞങ്ങൾ കടന്നു വന്നത്. മോൻ യേശുവിനെ വിശ്വസിച്ചാൽ യേശു മോന് സൗഖ്യം തരും. മോന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ അരപ്പവന്റെ സ്വർണ്ണ മുരുകന്റെ ലോക്കറ്റോ, ഈ കൈ ജപിച്ച് കെട്ടിയിരിക്കുന്ന കടയിൽ നിന്ന് മേടിച്ച ചരടോ, മോന്റെ ശരീരത്തിൽ കിടക്കുന്ന യാതൊരു ഒന്നിനും മോന് ഇനി ഒരു ആയുസ് തരാൻ കഴിയത്തില്ല. ആയുസ് തരാൻ പറ്റുന്ന ഒരുവനെയുള്ളതാണ്. മോന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയ ഒരുവൻ മാത്രം. സൃഷ്ടിച്ച ദൈവം, സൃഷ്ടാവായ ദൈവം, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവം, 6 ദിവസം കൊണ്ട് സകലത്തിനെ നിർമ്മിച്ച് ആ ദൈവം മനുഷ്യനെ ഉൾപ്പിടിച്ച് ആ ദൈവത്തിന്റെ മോന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കഴിയും എന്ന് പറയാനിടയായി. എനിക്ക് എന്നിട്ട് വിശ്വാസമൊന്നും ഉണ്ടായില്ല. 21 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി അധികം ദിവസം. അവര് പ്രാർത്ഥിച്ച് അവര് പോയി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയൊന്നുമില്ല. അവിടെ കിടക്കുന്ന സമയത്ത് മാത്യു തോമസ് ഡോക്ടർ പറഞ്ഞു, ഇനി അധിക ദിവസം നിന്റെ അസുഖം കണ്ടുപിടിച്ച് പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ മാരകമായ രോഗത്തിന്റെ അടിമയാണ് നീ ഓരോ നിമിഷവും ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിലെ ബ്ലഡും പ്ലാസ്മയും നിന്റെ കയ്യിലേക്ക് കയറ്റിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ കിടത്തിയ മറ്റുള്ള രോഗം കൂടെ നിനക്ക് വരും എന്ന് പറയാനിടയായി. എനിക്കറിയാം, ഞാൻ കിടക്കുന്ന വാർഡില് ഇങ്ങനത്തെ അസുഖമുള്ളവരെ കൊണ്ടുവരും. കുറച്ച് കഴിയുമ്പോൾ പച്ച കർട്ടനെടുത്ത് മറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അവരെ ബന്ധുക്കൾ നിലവിളിക്കും. അവിടെ നിന്ന് മുഖം മൂടി ഒരു വീൽ ചെയറിനകത്ത് ഈ തള്ളിക്കൊണ്ടു പോണതിനകത്ത് കിടത്തി അവർ കൊണ്ടുപോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അപ്പൊ എനിക്ക് വീടില്ല, എൻ്റെ പൈസ മുഴുവൻ നശിച്ചു പോയി, എനിക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, ഒന്നിനും വകയില്ല. ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രേക്ഷകരെ, നിങ്ങൾ മരണത്തിന്റെ വക്കിൽ മല്ലടിച്ച് കിടക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് സർവശക്തനായ ദൈവത്തിന് ഒരു ആവശ്യമുണ്ട്. ഇന്ന് പകൽ ഈ ആരോമ ടി വി സാക്ഷി പറയുന്ന ദൈവം നിന്റെ ദൈവം. എന്റെ മാത്രമല്ല, ഒരു ജാതിയുടെ ദൈവമല്ല, സർവ മനുഷ്യന്റെ സർവരുടെയും രക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു. ആ ദൈവം എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ആരോമ ടി വിയിൽ സാക്ഷ്യം പറയാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ച്. എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞൊന്നുണ്ട്, എൻ്റെ സ്വന്തം അനിയൻ, ഒരമ്മ അപ്പ മക്കൾ. അണ്ണാ, എനിക്ക് എന്നെ കൊല്ലത്ത് അണ്ണാന്നാ വിളിക്കുന്നത്. അണ്ണാ, ഇനി ഒരുപാട് ദിവസം എനിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അണ്ണനെ പോലെ തന്നെയാണ് ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. എനിക്ക് ജോലിക്ക് പോയാലേ ജീവിക്കാൻ കഴിയത്തുള്ളൂ. എനിക്ക് ഒരുപാട് ദിവസം അണ്ണൻ്റെ കൂടെ നിൽക്കാനോ ശുശ്രൂഷിക്കാനോ ഒന്നും പറ്റത്തില്ല. സ്വന്തക്കാരും ബന്ധുക്കളും സകലവരും അകലാൻ തുടങ്ങി. ആശുപത്രിയിൽ കിടക്കുന്നവർ ഭക്ഷണം തരാൻ തുടങ്ങി. അനിയ ഇടയ്ക്കിടയ്ക്ക് വരും, എൻ്റെ കൂടെ നിൽക്കും. ആശുപത്രിയിൽ നിന്ന് ഈ 30 ദിവസം അടുപ്പിച്ചാവുന്ന സമയത്ത് എന്നെ ഡോക്ടർ പറഞ്ഞു, ഇനി നിന്നെ ഇവിടെ ഞാൻ ഒരു കാരണവശാലും എത്ര കാല് പിടിച്ചാലും ഇവിടെ കിടത്തത്തില്ല. എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, ഇവനെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ആ പാസ്റ്റർ ഓർമ്മ വന്നു. ആ പാസ്റ്റർ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ തന്നിട്ട് പോയി. ആ പാസ്റ്ററെ വിളിച്ചു. ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി, ഹമലബായി എന്ന് പറഞ്ഞ അച്ഛൻ്റെ ആദ്യത്തെ ഭാര്യയിലെ അമ്മച്ചി, ഈ എൻ്റെ സഹോദരൻ വേണുവും കൂടെ ഈ പാസ്റ്റർ അടുത്ത് കൊണ്ടുപോയി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചാവാൻ കിടക്കുന്നത് ഞാൻ ആ പാസ്റ്റർ അടുത്ത് ചോദിച്ചു, അഥവാ എനിക്ക് കർത്താവ് സൗഖ്യം തന്നെന്ന് ഇരിക്കട്ടെ പാസ്റ്ററെ, എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മൂക്കിക്കൂടെയും വായിക്കൂടെയും ബ്ലഡ് വലിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് കർത്താവ് സൗഖ്യം തന്നെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനിയായി തീരേണ്ടി വരുമോ?
അല്ലെങ്കിൽ ഞാൻ ഈഴവ കുടുംബത്തിൽ നിന്ന് ഈ പാസ്റ്റൊക്കെ പ്രാർത്ഥിക്കുന്നതിലേക്ക് വരേണ്ടി വരും. ചാണകം കിടക്കുന്ന എന്റെ സമയത്ത് ആരാ എന്നെ കൊണ്ട് ചോദിപ്പിക്കേ? ആ പാസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ഭൂമി വന്നത് ഒരു മനുഷ്യനെ ക്രിസ്ത്യാനി ആക്കാനല്ല. ക്രിസ്ത്യാനിയുടെ അടുത്ത മോൻ അറിയാമോ? ഇല്ല. അന്ത്യക്ക് വെച്ച് ഇങ്ങനെ പേര് കിട്ടിയത് കളിയാക്കിയാണ് കിട്ടിയത്. വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള 2-3 വട്ടേ പറഞ്ഞിട്ടുള്ള ക്രിസ്തുവിനെ അനുഭവിക്കുന്നവനാണ് ക്രിസ്ത്യാനി, അല്ലാതെ മോനല്ല ക്രിസ്ത്യാനി. മോൻ എന്ന് ക്രിസ്തുവിനെ അനുഭവിക്കുന്നോ അന്ന് മാത്രമേ മോൻ ക്രിസ്ത്യാനി ആയി തീരത്തുള്ളൂ. മോൻ ഞാൻ പറയുന്നുണ്ടെങ്കിൽ കേട്ടാ ക്രിസ്ത്യാനി ആകത്തില്ല. ഒരു ചൊറിയണം പുഴുത് അപ്പുറത്തെ പുരയിടത്ത് നിന്ന് ഇപ്പുറം കൊണ്ടുവച്ചാൽ അത് ചൊറിയണം തന്നെ. മറ്റുള്ളവർ ആ പാസ് വാക്ക് ഞാൻ കടമെടുക്കുക, ആ ചൊറിയണം മനുഷ്യന്റെ ശരീരത്തിൽ തട്ടിയ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നേ അതിന്റെ സ്വഭാവ ദൂഷ്യം മാറണ്ട. ക്രിസ്തുവിൽ ആയി വരുമ്പോൾ ജാതിയോ മതോ പേരല്ല മോന്റെ മാറണ്ട. മോന്റെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തണം. അത് കർത്താവ് യേശു ക്രിസ്തുവിനെ കൊണ്ടേ മാറ്റുമോ? മദ്യപിക്കുന്നവനാണോ, പുകവലിക്കുന്നവനാണോ, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവനാണോ? ആ സ്വഭാവങ്ങൾ മോൻ വിടണം. അല്ല മോന്റെ പേര് മാറിയിട്ടോ മറ്റൊരു മതത്തിൽ ചേർക്കാനല്ല കർത്താവ് വന്ന. കർത്താവ് ഒരു മുസ്ലിമിന്റെ ദൈവമല്ല, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ഹിന്ദുവിന്റെ ദൈവമല്ല. കർത്താവ് യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും ദൈവമാണ് മോനെ എന്ന് പറയാനിടയായി. ഇത്രയൊക്കെ പറഞ്ഞ് എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് സൗഖ്യമൊന്നും കിട്ടിയില്ല. അതിന്റെ 100 ഇരട്ടി ബ്ലഡ് ബ്ലീഡിങ് ആയിട്ട് ആ അനിയനും ഈ എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കളെല്ലാം കൂടെ തിരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ കൊണ്ടുപോയി. ഡോക്ടറെ ബ്ലഡ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക. വീണ്ടും 7 ദിവസം കൂടെ എന്നെ കിടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് എന്ത് ചെയ്യും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നി വരൂല, അമേരിക്കയിലാ കൊണ്ടുപോകും, അതല്ലെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ വേണ്ട ഇഞ്ചക്ഷൻ ഈ 3.5 ലക്ഷം രൂപ ഉണ്ടാക്കി ഇവിടെ ഇട് എന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ബാബു എന്ന് പറഞ്ഞ സഹോദരനും എൻ്റെ അനിയനും കൂടെ എന്നെ അവിടെ നിന്ന് നേരെ കൊണ്ടുപോയത് കുട്ടപുർത്തിയിൽ സായിബാബയുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം കൊണ്ടുപോയി. ബ്ലീഡിങ് ഉണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ബ്ലീഡിങ് ഉണ്ട്, ഗുളികകളുണ്ട്. ഞാൻ കഴിക്കുന്ന ഗുളിക ഈ കമ്പനിയുടെ ഗുളിയായിരുന്നു. അസുഖം കണ്ടുപിടിച്ചതിന് ശേഷം 500 രൂപ കൂടുതൽ വേണം. അങ്ങനെ പൊക്കോണ്ടിരിക്കുക സാറേ. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സർവശക്തനായ ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, അവിടെ ചെന്നപ്പോ ആ സായിബാബ അന്തരീക്ഷത്തിൽ നിന്ന് എടുത്ത ഒരു 5 കൂട് ഭസ്മ അവരുടെ ശിഷ്യരിൽ കൂടി എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ സായിബാബയെ കാണാൻ പോയ അവർക്കിടെ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെയാണ് എന്റെ സഹോദരന്മാർ കൊണ്ടുപോയ. അവിടെ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയ. അവിടെ ചെന്നപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ചികിത്സ, മജ്ജ മാറ്റി വെക്കുന്ന ഒരു ചികിത്സ അവിടെ ഇല്ല. എനിക്ക് വലിയ പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഷയിൽ പറയുന്നത്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ഒട്ടും അറിഞ്ഞുകൂടാ. സർവശക്തനായ ദൈവം തന്നാൽ മാത്രമേ എനിക്ക് പറയാൻ അറിയാമൂ. അങ്ങനെ കഷ്ടപ്പെട്ട് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും പറയാനെന്ന് പറയും, മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് പറയും, എനിക്ക് അതൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ മുഖത്ത് അങ്ങനെ അവിടുന്ന് എനിക്ക് ആ ഭസ്മം തന്നു. ബ്ലീഡിങ് കൂടുതലായി. തിരിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ ടൂറിസ്റ്റ് ബസ്സിലായിരുന്നു. ബസ് ഇവിടെ നെടുങ്കോലത്ത് നിന്ന് ബസ് വരും, ഈ സായിബാബയുടെ ആൾക്കാർ. അതിനകത്ത് കയറിപ്പോയാൽ തിരിച്ച് ട്രെയിനിലാ ബസ്സിലാണ്ട് വരുന്ന വഴിയിൽ മൂക്കി കൂടെ വായിക്കൂടെ വീണ്ടും ബ്ലഡ് വന്നു. വീണ്ടും ആശുപത്രിയിൽ കൊണ്ടുപോയി. ബ്ലഡും പ്ലാസ്മയും കയറ്റി. നോക്കുമ്പോഴേക്കാം 3.1 അല്ലാതെ എന്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ല. ബ്ലഡ് കയറ്റും പ്ലാസ്മ കയറ്റും. അസുഖം കണ്ടുപിടിച്ച് ഗുളികകൾ തരും. പക്ഷെ 3.1 അല്ലാതെ എന്റെ ശരീരത്തിൽ ബ്ലഡ് വർദ്ധിക്കുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഡോക്ടർക്കും തലവേദനയായി, സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും എല്ലാം തലവേദനയായി. അപ്പൊ എന്റെ സഹോദരന്റെ വീട്ടിൽ കൊണ്ട് കിടത്തുന്ന സമയത്ത് എന്റെ അടുത്ത് ഉണ്ണി എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വലിയ മോലാളിയുടെ മോനാണ്. ഈ മോൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ ചന്ദ്രബാബു ആ പുള്ളിയുടെ ആ സഹോദരന്റെ കളത്തിൽ ഇട്ടിയ കളത്തിൽ ഞാൻ പണിക്ക് നിന്നിട്ടുണ്ട്. ആ സ്നേഹം കൊണ്ടാ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ, മോനെ നെടുങ്ങോലത്ത് ഒരു പോറ്റിയുടെ വീടുണ്ട്, അവിടെ പോയി കുറച്ച് മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്താ നിന്നെ ഞാൻ ഓട്ടെ കയറ്റി എന്റെ സ്വന്തം ചെലവിൽ കൊണ്ടുപോകോളാം. അവിടെ നിന്ന് നിനക്ക് ആ പോറ്റി മുഖാന്തരം സൗഖ്യം കിട്ടുമെന്ന് പറയാനിടയിൽ. അങ്ങനെ പാറേക്കാവെന്ന് പറഞ്ഞ ഒരു പോറ്റിയുടെ വീട്ടിൽ അവിടെ കൊണ്ടുപോയി എന്തൊക്കെ മന്ത്രങ്ങളൊക്കെ ചെയ്തു. മന്ത്രങ്ങളോ അതും ഇതൊക്കെ ചെയ്തിട്ട് കയ്യിൽ പൈസ കൊടുത്തിട്ട് മേടിച്ചില്ല. ആ ഉണ്ണി ഒരു ചെമ്പിന്റെ കല അവിടെ ഉണ്ട്, അതിനകത്ത് പൈസ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 21 ദിവസം ശിവക്ഷേത്രത്തിൽ പോയി കൂവളത്തിന്റെ ഇല ആദ്യത്തെ ദിവസം 1, രണ്ടാമത്തെ ദിവസം 2, മൂന്നാമത്തെ ദിവസം 3, 21 ദിവസം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാൻ 3 ദിവസം കൂവളത്തിന്റെ ഇല ജപിച്ചു എന്നത് അത് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് വയറുവേദന ഛർദ്ദിൽ ശക്തമായി. ആശുപത്രി കൊണ്ടുപോയി വീണ്ടും അവിടെ ഇട്ടു. ആർക്കും ഒന്നും പറ്റാത്ത ഒരവസ്ഥയായി. എൻ്റെ അനിയന്റെ അടുത്ത്, സ്വന്തക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ചാവൂ എന്നുള്ള കാര്യം, മരിക്കുന്ന കാര്യം ഉറപ്പാ. ഡോക്ടർ കൈവിട്ട്, സകലവരും കൈവിട്ട്, സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ ഒരു മരിച്ച ബോഡിയുടെ അടുത്ത് വന്ന് നമ്മളെ മരണ വീട്ടിൽ പോകുമ്പോ ആ മരിച്ച മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്ന പോലെ എല്ലാവരും എന്നെ നോക്കുന്ന ആ ദുഃഖഭാവത്തോടെ, നീ എപ്പോഴാ മരിക്കുന്നെന്നുള്ള രീതിയിൽ സ്വന്തം. അങ്ങനെ എൻ്റെ മുഖത്തേക്ക് ആൾക്കാർ നോക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ അവിടെ കടന്നുപോയി. അവിടെ എൻ്റെ അനിയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ നിന്ന് കടന്നു പോകണമെന്ന് പറഞ്ഞു. എൻ്റെ അനിയനെ ആ ചർച്ച് അറിയായിരുന്നു. ചർച്ചിന്റെ അഡ്രസ്സ് പാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുക എന്ത് ചെയ്തു. എൻ്റെ അനിയൻ ഓട്ടോയിൽ വന്ന് ശ്രീകാര്യം
ഗ്രാഫിൽ കുന്നെന്ന് പറഞ്ഞ ഒരു അടുത്ത് ഞാൻ ആദ്യമായിട്ട് ആ ചർച്ച് കാണുന്ന വലിയ ബിൽഡിംഗ് ഒന്നുമല്ല, ഓല കൊണ്ട് ഓല ഷെഡാണ്, ഓല വെച്ച് പകുതി മറച്ചിട്ടേ ഉള്ളൂ, ചാണകം കൊണ്ട് തളിച്ച ഒരു വ്യക്തിയുടെ ആയിരുന്നു. അതിന് ചില മാസങ്ങൾക്ക് മുമ്പേ ഒരമ്മച്ചി മരിച്ച് ആ ഓല ഷെഡിന്റെ അകത്ത് അടക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് പാസ്റ്റർ ഈ 2-3 സെന്റ് 5 സെന്റിന് താഴെയുള്ളൂ ഈ ഷെഡ് മേടിച്ച. അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മണി എന്നാണ് പാസ്റ്റർ പേര്, ആന്റിയുടെ പേര് ലിസിയാണ്, 3 മക്കളുണ്ട്, അമ്മച്ചിയുണ്ട്. ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ പേരും അഡ്രസ്സും ഇതെല്ലാം അവർ വെളിപ്പെടുത്തി എൻ്റെ അടുത്തേക്ക് കടന്നു വന്നത്. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ വിചാരിച്ച് ഈ പള്ളി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവങ്ങളൊക്കെ ആയിരിക്കുമെന്ന്. അവിടെ ഒന്നുമില്ല, ഒരു ഷെഡ് മാത്രം. അപ്പൊ ഷെഡിന്റെ മുമ്പിൽ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഷെഡ് അവരെ വണ്ടിയൊക്കെ ഇടുന്ന ഷെഡോ അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കുമെന്ന്. അപ്പൊ കുറച്ച് മുളയൊക്കെ വെച്ച് ഒരു ഷെഡ് പോലെ ഒരു ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ട്, കുറച്ച് കസേര അകത്ത് കിടപ്പുണ്ട്, ഒരു ടീപ്പേ കിടപ്പുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ആ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, ആ പാസ്റ്റർ കടന്നുപോയി, ഞാനും എന്റെ വഴിക്ക് പോയി. പിന്നെ അവിടെ കൊണ്ട് കിടത്തി. അപ്പം പാസ്റ്റർ എന്റെ അനിയൻ വന്ന ഓട്ടയെ തന്നെ തിരിച്ചു കയറിപ്പോയി, അവിടെ നിന്നില്ല. പാസ്റ്റർ വന്നപ്പോ മുറ്റത്ത്, പാസ്റ്റർ വരുന്നതിന് മുമ്പേ തന്നെ അവിടെ ഉള്ള ഒരു പാസ്റ്റർ വിളിച്ചു പറഞ്ഞ്, നിങ്ങളുടെ ഷെഡിന്റെ ആ ചർച്ചിന്റെ ഫ്രണ്ടില് ഒരു കറുത്തിട്ട ഒരു വ്യക്തി എണീക്കാൻ പോലും കഴിയാത്ത അവിടെ നിലത്ത് കിടപ്പുണ്ട്, മൂക്കിക്കൂടെയും വായിക്കൂടിയും ഒക്കെ ബ്ലഡ് ഒലിച്ചോണ്ട് കിടക്കുകയാണ്. പാസ്റ്റർ എത്രയും പെട്ടെന്ന് അവിടെ വരണമെന്ന് പറയാൻ. അപ്പൊ പാസ്റ്റർ പറഞ്ഞ് എന്നെ വിളിച്ച് തന്റെ അനിയൻ പറഞ്ഞ് ഞാൻ തന്നെ തന്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു, തന്റെ ആവശ്യം അവിടെ ഇല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ആരുമില്ലാതെ നമ്മൾ ഏകനാകുമ്പോൾ നമ്മെ കൈവിടാത്ത സർവശക്തരായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പ്രവചനിൽ കൂടി ഇസ്രായേൽ ജനത്തോട് തമ്പുരാൻ പറഞ്ഞു, നിന്നെ പെറ്റ തള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാള് കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, എന്റെ ഉള്ള കരങ്ങളിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. അന്നിട്ട് അതൊന്നും പറഞ്ഞുകൂടാ, അത് പോവാനിടയായി. അങ്ങനെ ആ പാസ് വന്നു. പെട്ടെന്ന് തന്നെ പാസ്റ്റർ കയ്യിലിരുന്ന കർച്ചീഫ് കൊണ്ട് എന്റെ മുഖവും വായും ചെവിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അകത്ത് കയറ്റിയിട്ട് എനിക്ക് വെള്ളം തന്നു. വെള്ളം തന്നിട്ട് പാസ്റ്ററിന്റെ ചർച്ചിലുള്ള എല്ലാരെയും വിളിച്ചിട്ട് എല്ലാവരും അവിടെ കടന്നു വന്നു. എല്ലാവരും അവിടെ കടന്നു വന്നിട്ട് പറഞ്ഞു, അന്ന് ദൈവം വെളിപ്പെടുത്തി തന്ന വ്യക്തി, ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് തനിക്ക് അസുഖം കൂടി, അതിനുശേഷം ആ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ അങ്ങോട്ട് പാസ്റ്റർ അടുത്തൊന്നും പറയുന്നില്ല, ഞാൻ പോയ സായിബാബയെ, ഞാൻ പോയ ക്ഷേത്രങ്ങൾ, എൻ്റെ അനിയ ഇതിന്റെ ഇടയിൽ എൻ്റെ തലയിൽ ഒഴിഞ്ഞ് തേങ്ങ കൊണ്ടുവന്ന് ശബരിമലയിൽ അടിച്ച്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ ഞാനൊന്നും അങ്ങോട്ട് പാസ്റ്റർ അടുത്ത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ഫാൻ്റെ അടിയിൽ ഇരിക്കാൻ കഴിയത്തില്ല, ശരീരത്തിൽ എപ്പോഴും പുതച്ച് കെട്ടിയാ ഇരിക്കുന്ന, എൻ്റെ അടുത്ത് ആരും വരില്ല, എപ്പോഴും വായി കൂടെ മൂക്കി കൂടെ ബ്ലഡ് വന്നിട്ട് ബ്ലഡിന്റെ സ്മെല്ല. ഈ പാസ്റ്ററിനെ തുടച്ച് എൻ്റെ തലവേലിൽ കൈ വെച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, നീ എൻ്റെ ആരുമല്ല, ഞാൻ നിന്റെ ആരുമല്ല, പക്ഷെ ക്രിസ്തുവിൽ ഞാൻ നിന്റെ അപ്പനും ലിസി നിന്റെ അമ്മയാ, നിനക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് നീ കരയണ്ട, വിഷമിക്കണ്ട. എന്നിട്ട് എൻ്റെ അടുത്ത് പെട്ടെന്ന്, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, 118 സങ്കീർത്തനം 17 വാക്യം, നീ മരിക്കത്തില്ല, നീ ജീവിച്ചിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുമെന്ന് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞു. ഡോക്ടർമാർ, മാത്യു തോമസ് ഡോക്ടർ, വിജയലക്ഷ്മി ഡോക്ടർ, ഗോപകുമാർ ഡോക്ടർ, സ്വന്തക്കാരും ബന്ധുക്കളും സകലവരും പറഞ്ഞ മരിച്ചുപോയി ഈ അസുഖത്തിന് ഇനി ഒരു സൗഖ്യമില്ല, പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ മജ്ജ മാറ്റി വെച്ചിട്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞാൻ മനോരമയുടെ ഓഫീസിൽ ചെന്നപ്പോഴും പല പത്ര ഓഫീസിൽ എന്റെ സ്വന്തക്കാർ കൊണ്ടുപോയപ്പോഴും അവർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ചർച്ചിൽ ചെന്നതിന് ശേഷമാണ് 2004 എനിക്ക് അത്ര വലിയ വിശ്വാസം തോന്നില്ല. വീണ്ടും എൻ്റെ അനിയനെ പാസ്റ്റർ വിളിച്ചു. അവര് 2004 പത്രങ്ങളിലേക്ക് ഇടുവാനിടയായത്, പത്രത്തിൽ ചർച്ചിൽ ചെന്നതിന് ശേഷം 2003 അങ്ങനെ പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, നീ യേശുവിനെ നിന്റെ ഉള്ളത്തിൽ രക്ഷിതാവായി നീ സ്വീകരിക്കണം, അവനിൽ കൂടിയല്ലാതെ നിനക്കൊരു രക്ഷയില്ല. നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ ഇപ്പോൾ ഒരു ദൈവത്തിന്റെ മകനായി തീരും, പിന്നെ കർത്താവ് നിന്റെ കാര്യം നോക്കിക്കോളും. നീ കർത്താവിന്റെ മകനായി തീർന്നാൽ പിന്നെ കർത്താവിനാണ് നിന്നിൽ ഉത്തരവാദിത്വം, നിന്നിൽ വേറെ ആർക്കും ഒരു ഉത്തരവാദിത്വവും ഇല്ല. ആ കർത്താവിന്റെ വചന യോഹന്നാന്റെ സുവിശേഷം പാസ്റ്റർ പറയാനിടയായി. അവൻ സ്വന്തം അതിലോട്ട് വന്നു, അവൻ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്ത്. അപ്പൊ സ്വന്തമായവരിലേക്ക് വന്നിട്ട് സ്വന്തമായവർ കൈക്കൊള്ളാതിരുന്നപ്പോൾ നിന്നെ എന്നെയും തേടി, പാവികളെ തേടിയ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എങ്കിൽ ഈ സമയം നിനക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ട്. നീ വിശ്വസിക്കുകയും നീ രക്ഷിക്കപ്പെടുക. അങ്ങനെ ഞാൻ യേശുവിനെ ഏറ്റുപറയാൻ, പാസ് പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഏറ്റുപറയാനിടയായി. അതിനുശേഷം പാസ് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ വെക്കുവാനിടയായി. 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അവിടെ വെൽക്കുന്ന സമയത്ത് 5-ാം ദിവസം എൻ്റെ അടുത്തൊന്നും ആരും ഇരിക്കുകയൊന്നുമില്ല. ഇത്തിരി ഒരു ഗ്ലാസ് കഞ്ഞിയോ, ഒരു സ്പൂൺ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ തന്നെ അപ്പം തന്നെ ഞാൻ ഛർദ്ദിക്കും. ഞാൻ കുഴഞ്ഞിങ്ങനെ ഇരിക്കുക. ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ഭരണത്തെ കുറിച്ച് എനിക്ക് ചെവിയിൽ നന്നായിട്ട് കേൾക്കാം. കർത്താവായ യേശു ക്രിസ്തു
പാപത്തിന് വേണ്ടിയും രോഗത്തിന് വേണ്ടിയും ശാപത്തിന് വേണ്ടിയും സകലവർക്കും വേണ്ടിയാണ് ക്രൂശിൽ മരിച്ച ആ യേശുവിന്റെ രക്തത്താൽ ഏത് മനുഷ്യന്റെയും പാപം മാറും, ശാപം മാറും, രോഗം മാറും. അവന്റെ അടിപ്പിളരാൽ സൗഖ്യമുണ്ട്. അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടിയത്, അവന്റെ ശരീരത്തിൽ ആണി അടിച്ച് തറച്ചത്, അവന്റെ വിലാപ്രാവ് കുത്തിത്തുളച്ച നിനക്കൂടെ വേണ്ടിയാണ് ചന്ദ്രബാബു ഇങ്ങനെ പറയുന്ന സമയത്ത് എന്റെ കണ്ണിലേക്ക് ഭയങ്കരമായ പ്രകാശം വന്നടിക്കുക. എന്റെ കണ്ണിലേക്ക് ഭയങ്കര പ്രകാശം അടിക്കുന്ന സമയത്ത് ഞാൻ കണ്ണു തുറന്നു നോക്കി. എനിക്ക് കണ്ണിന് കാഴ്ചയൊന്നുമില്ല വലുതായിട്ട്. കണ്ണു തുറന്നു നോക്കി, അവിടെ ഒന്നും ആരെയും കാണാൻ കഴിയുന്നില്ല. തപ്പി നോക്കി, ആരുമില്ല. വീണ്ടും ഞാൻ കണ്ണടയ്ക്കുന്ന സമയത്ത് വീണ്ടും ക്രൂശ് മരണത്തെ കുറിച്ച് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ശക്തമായി. വീണ്ടും ഞാൻ നോക്കി, മൂന്നാമത്തെ വട്ടം പാസ്റ്റർ ഒരു മൈക്കുണ്ട്, ആ മൈക്കിൽ നിന്ന് ആ ഷെഡിൽ നിന്ന് വിളിച്ചു പറയാം, ചന്ദ്രബാബുവിനെ തമ്പുരാൻ തൊടാൻ പോവേ, തമ്പുരാന്റെ കരം നിന്റെ പേര് സ്പർശിക്കാൻ പോവേ, ദൈവം ഇറങ്ങി. ഇത്ര മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കരം വന്നെ ശരീരത്തിലേക്ക് തൊട്ടുന്നത് എനിക്ക് അറിയാം. ആ സമയം മൊത്തം ശരീരത്തിൽ ഒരു പ്രകാശം വന്ന് നിറഞ്ഞിട്ട്, ഞാൻ പറയട്ടെ, ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത, ലാബുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത, സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ലക്ഷ്യം ബാധിച്ച് കല്ലറയിൽ ചങ്ങലെ പൂട്ടിയിട്ടിരുന്ന പോലത്തെ ആ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയ അന്ധകാരത്തിന്റെ ദുഷ്ടശക്തി എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ കർത്താവ് തൊട്ടപ്പം വിട്ടുപോകാനിടയായി. അത് രോഗമല്ലായിരുന്നു. ആ രക്തസ്രാവമുള്ള സ്ത്രീയെടുത്ത് മാർക്കോസിന്റെ സുവിശേഷം 5:25 മുതൽ വായിക്കുമ്പോൾ അവൾ എന്തൊക്കെ ചെലവഴിച്ചിട്ടും എന്തൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടും ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ടും ഒരു സൗഖ്യവും ഒന്നും ജീവിതത്തിലില്ല. ഉള്ളതെല്ലാം തീർന്ന പോലെ എല്ലാം തീർന്ന് ആർക്കും വേണ്ടാത്ത അനാഥനായ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എന്റെ കർത്താവിന് എന്നെ വേണം. ദാവീദ് 27 സങ്കീർത്തനത്തിൽ പറയും, എന്റെ അപ്പനും അമ്മയെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്, നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. ഇത് പാസും പറയുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് അന്ധകാരത്തിന്റെ ശക്തികൾ വിടാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, ഈ സാക്ഷ്യം വലിയൊരു അനുഗ്രഹം നിങ്ങൾക്കായി തീരും. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിന്റെ നടുവിൽ, ഞാൻ പ്രസംഗത്തിലേക്കല്ല പോണ, ഞാൻ പരിശുദ്ധന്മേൽ നിറഞ്ഞു പറയാൻ, നിങ്ങൾ എന്തിലെങ്കിലും അകപ്പെട്ടിരിക്കണമെങ്കിൽ ആരെ കരം തൊട്ടിട്ടും കാര്യമില്ല. തൊടേണ്ടവന്റെ ഒരു കരമുണ്ട്, അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ കരം. നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ മേലെ തൊട്ടാലും ആ വിഷയത്തിന്റെ മേലെ ഇന്ന് പകൽ കേൾക്കുമ്പോൾ കർത്താവിന്റെ മേലെ ഈ നിമിഷം വിടുതലയിപ്പാൻ ശക്തനാണ്. കർത്താവ് എന്നെ തൊടുന്ന സമയത്ത് വായിക്കൂടെയും ചെവി കൂടെയൊക്കെ വന്നോണ്ടിരുന്ന ബ്ലഡ് സ്റ്റോപ്പായി. അത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ സ്മെല്ല് കേട്ട എനിക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നു. എനിക്ക് വിശപ്പുണ്ടായി. 5-ാം ദിവസം എന്റെ കാഴ്ച കിടന്ന ഭസ്മവും സായിബാബയുടെ അടുത്തുനിന്ന് കഴിച്ച അതേപോലെ ക്ഷേത്രത്തിൽ നിന്ന് ജപിച്ച് ആ കൂവളത്തിന്റെ ഇല ഇതെല്ലാം ഞാൻ അതേപോലെ ദഹിക്കാതെ ഛർദ്ദിപ്പാൻ ഒന്നും ചെയ്തിട്ടല്ല, ഛർദ്ദിപ്പാൻ ഇടയായി. ഞാൻ അവിടെ അതെല്ലാം ഒമറ്റ് ചെയ്ത് ആ പായിൽ മൊത്തം വെച്ചു. പാസും ആന്റിയും അവിടെ ഉള്ളവരെല്ലാരും കൂടെ എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കിയപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന്. അപ്പൊ അവിടെ എന്തോരം പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഛർദ്ദിക്കുമെന്ന് പറയാനിടയായി. പാസ്റ്റർ മകനെ പറഞ്ഞു വിട്ട്, ഞാൻ ഓർക്കുന്നുണ്ട്, 4 ദോശയും സാമ്പാറും മേടിച്ചുകൊണ്ട് വന്ന് എനിക്ക് തന്നിട്ട് അവർ നോക്കിക്കുക ഛർദ്ദിക്കുമെന്ന്. ഞാൻ ഛർദ്ദിക്കുന്നില്ല. എനിക്ക് ആരെങ്കിലും സഹായം, പാസ്റ്ററിന്റെ ചേട്ടന്മാരുടെ സഹോദരന്റെ 2 മക്കളുണ്ട്, രാജീവ് രഞ്ജിത്ത് എന്ന പേര്. ഈ സഹോദരന്മാരെ എന്നെ മാത്രം പോയി കൊണ്ടുപോയി കുളിപ്പിക്കുകയും പിടിച്ചോട്ടം നടത്തുന്ന. ഞാൻ ആരുടെ സഹായം ഇല്ലാതെ ഞാൻ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കൈ കഴുകണം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ആരെങ്കിലും അടുത്ത് പിടിക്കാൻ പറഞ്ഞു കൈ. ഞാൻ പറഞ്ഞു, എന്നെ ആരും പിടിക്കണ്ട, എന്നെ തൊട്ടെങ്കിൽ എന്റെ ശരീരത്തിൽ എന്തോ സംഭവിച്ചിരിക്കും, എനിക്കൊരു പ്രത്യേക ബലം വന്നെന്ന് പറയാനിടയായി. അതിനുശേഷം ഞാൻ എണീറ്റ് നടക്കാൻ തുടങ്ങി. സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങി. നടന്നിങ്ങനെ പൊക്കോണ്ടിരിക്കും. പാസ് അവിടെ ശംഖുമുഖത്ത് പാസ് സുവിശേഷ ലേഖനം കൊടുക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകും, ഭക്ഷണം തരും. ഇങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പാസ് തോന്നി എന്നെ ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം ചെക്ക് ചെയ്യാൻ. ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചെക്ക് ചെയ്തിട്ട് എന്റെ ശരീരത്തിൽ 3.1 അല്ലാതെ 1 കോടി രക്തം എന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ രക്തമില്ലെങ്കിൽ എന്റെ ശരീരം മൊത്തം വെളുത്ത് കയ്യിലെ നഖമെല്ലാം പൊടിഞ്ഞു പോയി, ശരീരം മൊത്തം വിളറിയായിരിക്കുന്നു. പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിൽ രക്തമില്ലെന്നുള്ള ഒരു ബുദ്ധിമുട്ടും എന്റെ ശരീരത്തിൽ തോന്നുന്നില്ല. പാസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞ്, ശരീരത്തിൽ രക്തമില്ലെങ്കിലും ദൈവത്തിന്റെ കൃപയാൽ നടക്കാൻ ആയുസ് തരുന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ഞാൻ ആശുപത്രി ചെന്നപ്പോ അവിടുത്തെ മാത്യു തോമസ് എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു, നീ രക്തമില്ലാതെ നീ എങ്ങനെ ജീവിക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഇങ്ങനെ ഒരു ഷെഡിന്റെ അകത്ത് ഈ വെള്ള ഉടുപ്പും കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട ഈ ആഭരണമൊന്നും ഉപയോഗിക്കാത്ത ഒരു ചർച്ചിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി. കൂടുതലൊന്നും എനിക്ക് പറയാറുണ്ട്. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്
അപ്പൊ യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് എനിക്കൊരു കരം ഇങ്ങനെ തൊടുന്നതൊക്കെ ഇടയായി. പിന്നെ ഞാൻ ഒരു നാൾ കേൾക്കുകയുണ്ടായി, ഈ എന്നെ നോക്കിയ മാത്യു തോമസ് എന്ന് പറഞ്ഞ ഡോക്ടർ തിരുവനന്തപുരത്ത് എവിടെ ആരാധനയ്ക്ക് പോകണം എന്ന് കേൾക്കുവാനിടയായി. എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം സത്യം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാനിടയായി. വീണ്ടും ബ്ലഡും പ്ലാസ്മയും കയറ്റി 2004 പേരെ എന്റെ ശരീരത്തിൽ ഗുളിക കഴിക്കും, ബ്ലഡും പ്ലാസ്മയും കയറ്റും. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ഇടയിൽ കൊല്ലം കൊട്ടിയത്ത് തഴുത്തല എന്ന് പറഞ്ഞ സ്ഥലത്ത് കാദിസ്യ പള്ളിയുടെ അടുത്ത് എന്റെ അപ്പൻ ആദ്യം വിവാഹം കഴിച്ചതിലുള്ള ഗിരിജ മോഹൻ എന്ന് പറഞ്ഞ അവർ ഹോട്ടൽ നടത്തി. അവർ ഗൾഫിലേക്കായിരുന്നു. അവിടെ മദ്യ കച്ചവടമൊക്കെ ചെയ്ത് അവിടെ പോലീസ് പിടിച്ച് അകത്തിട്ട് നാട്ടിൽ കയറ്റിയിട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു വീടുണ്ടായിരുന്നു. ആ വീടും നഷ്ടപ്പെട്ട് കിടക്കാൻ ഒരു സ്ഥലമില്ലാതെ വയലിൽ 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ താറ് ഷീറ്റ് കൊണ്ട് കുത്തി മറച്ച് 5-6 കട്ടയും പറക്കി വെച്ച ഒരു റൂമും ഒരു ഹാളും ഒരു ചെറിയ കിച്ചണും അവർക്ക് മാത്രമേ കിടക്കാൻ സൗകര്യമുള്ളൂ. അപ്പൊ ഈ അവിടെ അവരെ കൂടെയാണ് ഈ അമ്മച്ചി ഹമലാബായി എന്ന് പറഞ്ഞ അന്ന് എന്നോട് നിന്ന അമ്മച്ചി. അപ്പൊ അതിന്റെ അടുത്ത് ദൈവത്തിന്റെ എനിക്ക് ഇങ്ങനെ തോന്നി, പാസേ ഞാൻ ഒരു ദിവസം ഞാൻ അവരോടെ ഒന്ന് പൊക്കോട്ടെ. അപ്പൊ ഞാൻ ഈ ഓല ഷെഡിലാണ് കിടക്കുന്നത്. വല്ലപ്പോഴൊക്കെ പാസ് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ സെൽവൻ എന്ന് പറഞ്ഞ ഒരു ആളിന്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തരുന്ന. അവിടെ ഞങ്ങളുടെ ചർച്ചിൽ ഷെഡ് മാത്രമേ ഉള്ളൂ, ബാത്റൂമായി യാതൊരു ഒരു സൗകര്യമില്ല. എനിക്ക് കുളിക്കാനൊന്നും പറ്റൂല. വെള്ളം കൊണ്ട് പാസ്സൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞ് നോക്കി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ബസ്സിൽ കയറ്റിയിട്ട് എന്നെ അവരെ വീട്ടിൽ കയറ്റിയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അളിയനെന്ന് വെച്ചാൽ ഭയങ്കര 10,000-കണക്കിന് രൂപ ചെലവാക്കി മന്ത്രവാദം ചെയ്യുന്ന ആളാണ്. മോഹൻ എന്ന പേര്, ഗിരിജ എന്ന. അപ്പൊ എവിടെ മന്ത്രവാദം ഉണ്ടെങ്കിലും കടമെടുത്തു, ലോൺ എടുത്തു. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറെ കടക്കാർ ഒരു വീട്ടിന്റെ മുറ്റത്ത് വന്നു നിന്ന് ഇവരുമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ യേശുവെ യേശു എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് അവരെ ആ ശാന്തതയായിട്ട് അവരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നീ ഇന്ന ഡേറ്റിന് ഞങ്ങൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞ് അവരെ വിട്ടു പോകാനിടയായി. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞ് ഇന്ന കണക്ക് ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു. ഡോക്ടർക്ക് അതിശയമാണ്, എന്റെ ശരീരത്തിൽ രക്തമൊന്നുമില്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നു. അവിടെ ഒന്ന് അളിയൻ വരാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഗിരിജയ മോഹൻ എന്ന് പറഞ്ഞാൽ അവരെ അടുത്ത ഞായറാഴ്ച ഞാൻ അവിടെ നിന്നിട്ട് അവരെ അവിടെ കൊണ്ടുപോയി. വീണ്ടും ആ പാസ്റ്റർ പ്രാർത്ഥിച്ചു. അവരടുത്ത് അവരെ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്യുന്ന അവരെ പേരും നാളും അവരെ സകല കാര്യങ്ങളും പാസ്റ്റർ പറയാനിടയായി. പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് അളിയൻ മുറുക്കാനൊക്കെ നിന്നിട്ട് ആ വെറ്റിലേറെ ഇത് ഇവിടെ സൈഡിൽ ഒട്ടിച്ചു വെക്കും. കൊല്ലത്തൊക്കെ മുറുക്കാൻ തിന്നതിന് ശേഷം തിന്നെന്ന് അറിയിക്കാനാണോ എന്തിനെന്ന് അറിഞ്ഞൂടാ, അതൊക്കെ ഇങ്ങനെ വെച്ച് കുറെ കുഴിയൊക്കെ ഇട്ട് കുറെ ചരടൊക്കെ കെട്ടി. പാസ്റ്റർ പറഞ്ഞ് ഇതൊന്നും കൊണ്ട് ഇതുവരെയെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായ? ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ഉണ്ടായെങ്കിൽ ഇത് കെട്ടിക്കോ. ഒരു 3 ആഴ്ച പ്രാർത്ഥനയ്ക്ക് വന്ന് നോക്കുക, നിങ്ങളുടെ സ്ഥിതിക്ക് തമ്പുരാൻ വ്യത്യാസം വരുത്തുമെന്ന് പറയാനിടയായി. അത് വിശ്വസിച്ച അളിയന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അളിയന് എന്നെ പോലെ മറ്റുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അവിടെ വന്നു, ഈ അമ്മച്ചിയും വന്നു, ആ സഹോദരി 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്നു. അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ആഹാരം ഇല്ലാത്തതുകൊണ്ട് പാസ്റ്റർ വഴി പോകുന്ന സമയത്ത് കണ്ടതായി കണ്ണിമാങ്ങ പറക്കി അവർ തിന്നിട്ട് പൈപ്പിലെ വെള്ളം കുടിച്ചു. കൊട്ടിയം തഴുത്തലേത് അവർ അവിടെ വരെ പ്രാർത്ഥനയ്ക്ക് വന്നു. അതിനുശേഷം പാസ്റ്റർക്ക് ഇത് കണ്ട് വിഷമമായി ചർച്ചിൽ ആഹാരം കൊടുക്കുവാൻ തുടങ്ങി എല്ലാവർക്കും. അവർ 3 ആഴ്ച വന്നപ്പോൾ അവർക്കൊരു കട തഴുത്തലയിൽ ഓപ്പണായി കണ്ണല്ലൂർ കിട്ടി. ഇത് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് അവർ ചോദിച്ചു, ഇനി മാസം ഇവനെ ഇവിടെ കിടത്തണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരാം. ഇവന് രക്തമൊന്നും ഇല്ലെങ്കിൽ ഇവൻ ജീവിക്കുന്നുണ്ടല്ലോ, ബ്ലീഡിംഗ് ഒന്നുമില്ല. ഇങ്ങനെ ഇവരെ കൂടെ പോകും. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പാസ്റ്റർ മക്കൾ കൊണ്ടുപോകും, ബ്ലഡും പ്ലാസ്മയും കയറ്റും. ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്ന സമയത്ത് പാസ്റ്ററിന്റെ മക്കൾ പെട്ടെന്ന് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാനായിട്ട് വന്നു. എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായി, മോഹം ഉണ്ടായി. പാസ്റ്റർ പറഞ്ഞു, നിന്റെ ശരീരത്തിൽ കർത്താവ് തൊട്ട് ഞങ്ങൾക്കറിയാം നിന്റെ ശരീരത്തിൽ രക്തമൊന്നും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും നീ ചികിത്സയിൽ തന്നെയാണ്, നിനക്ക് ഒരു സൗഖ്യവും ഉണ്ടായിട്ടില്ല എന്ന് പറയടേ. അപ്പൊ എന്റെ ഉള്ളിൽ കർത്താവേ, എനിക്ക് നിന്റെ കൃപ മാത്രം പോരാ, എന്റെ ശരീരത്തിൽ രക്തം വന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകണം. ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ബ്ലഡ് കയറ്റും, ഇങ്ങനെ ചെയ്യും. എന്റെ കയ്യിൽ 2004 19/5/2004 എല്ലാ പൈസയും തീർന്നു. എല്ലാ പൈസയും തീർന്നിട്ട് ആശുപത്രി വിട്ട് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഇല്ല, പ്ലാസ്മ ഇല്ല. 300 രൂപ വെച്ചാണ് ഓ പോസിറ്റീവ് ബ്ലഡ് മേടിക്കുന്നത്. ബ്ലഡും പ്ലാസ്മ ഇല്ല. ഇതെല്ലാം തീർന്ന് 2004 19 തീയതി ഞാൻ ആശുപത്രി വിട്ട് 19/5/2004 ആശുപത്രി വിട്ടിറങ്ങിയതാ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഏകദേശം 23 വർഷമായി ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ പോയിട്ടില്ല. ഒരു കവർ ബ്ലഡ് പോലും എന്റെ ശരീരത്തിൽ കയറ്റിയിട്ടില്ല. ഇതിന് കാരണം പാസ്റ്റർ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാസ്റ്റർ പറയാനിടയായി, നിന്റെ ശരീരത്തിൽ 3 വട്ടം കൂടെ ബ്ലഡ് ശരീരത്തിൽ പ്ലാസ്മയും കയറ്റേണ്ടി വരും. കയറ്റിയില്ലെങ്കിൽ നീ ജീവിക്കും. കാരണം ഒരു വചനമുണ്ട്, നീ മരിക്കത്തില്ല, നീ ജീവിച്ചില്ലെന്ന് യഹോവയുടെ പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുമെന്ന് പറയാനിടയായി. ഇത് പറഞ്ഞ് അവിടം വിട്ട് ആശുപത്രി വിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിട്ടിറങ്ങി. അടുത്ത ദിവസം ആളിനെയും പ്ലാസ്മയും ബ്ലഡും കയറ്റാനുള്ള സന്ദർഭമായിട്ട് വരാൻ പറഞ്ഞ് കൃപയാൽ പറയാൻ ഈ സമയം വരെ പോയിട്ടില്ല.
വെയിറ്റ് 30 കിലോ ഉള്ളൂ. ഇതിനുശേഷം അളിയന്റെ വീട്ടിൽ ചെന്നു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പാസ്റ്ററിന്റെ മക്കളൊക്കെ ബൈബിൾ കോളേജിൽ കടന്നു വന്നു. എനിക്കൊരു അവസരമില്ല. എനിക്ക് പഠിക്കാനും എഴുതാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ആ 2003 പറഞ്ഞ് ആ ദൂത് പറഞ്ഞ ആന്റി 3 വർഷം കഴിഞ്ഞിട്ടായാലും അത് ഞാനായിരുന്നു ആ മാരകമായ രോഗിയെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ആന്റി ഇതിനോടൊപ്പം ദൂത് പറഞ്ഞായിരുന്നു, ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലേ. മണിപ്പാസ്റ്റർ പറഞ്ഞ പോലെ മണിപ്പാസ്റ്ററിന്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, നീ ദൈവവേലയ്ക്കുള്ളവരാ, നീ യേശുവിന്റെ വചനം ശുശ്രൂഷിക്കും. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ദൂത് പറയാ. അപ്പൊ അവിടെ ഇന്ന് ഒരു ആള് പറയാണ്, അവന് നേരെ ചൊവ്വേ നിൽക്കാൻ കഴിയത്തില്ല, 60% ബോഡി വന്ന് തളർന്നു പോയ, രണ്ടാമത് പഠിത്തമില്ല, മരിക്കാറായി കിടക്കുന്ന ഒരു വ്യക്തി. ഇതിന്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം ചർച്ചിൽ പോയി. അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കേ, നീ എറണാകുളത്ത് നിന്ന് വിവാഹം കഴിക്കും. ഞാനിത് പാസ്റ്റർ എടുത്ത് പറഞ്ഞപ്പോ പാസ്റ്റർ ഇത് ഏറ്റെടുത്ത് അവിടെ എന്തോ കളിയാക്കി. അവന്റെ ഒരു വ്യാപകം, മരിക്കാറായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു വ്യക്തി എറണാകുളത്ത് നിന്ന് വിവാഹം കഴിക്കുന്നത്, വേണ്ടാത്ത ചിന്തകളുമായിട്ട് ഇവിടെ കിടന്നിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണുന്ന യേശു യേശു എന്ന് വിളിച്ച് കിടക്കുക. ഞാൻ പറയട്ടെ, കൂത്താട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്ന. സമയത്തിന്റെ കുറവുകൊണ്ട് വേഗം പറഞ്ഞുകൂടെ. കൂത്താട്ടുകുളം 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്നാണ് തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ കിടക്കുന്ന 40 ദിവസവും ഉപവാസ പ്രാർത്ഥന വെക്കുന്ന സമയത്ത് ഞാൻ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരുന്ന് കോട്ടയത്തുള്ള ജിത്തു എന്ന് പറഞ്ഞ ഒരു പാസ് എന്നോട് പറഞ്ഞു, 40-ാം ദിവസം തികയുന്ന മുമ്പേ ചന്ദ്രബാബുവിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമെന്ന് പറയണയായി. ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ദേഹം തളർന്ന് ആ ചർച്ചിൽ വീണ് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യ, കുഴഞ്ഞു പോയി. ആൾക്കാരെല്ലാം നോക്കിക്കുക. 30 മിനിറ്റോളം എന്റെ ശരീരത്തിൽ യാതൊരു ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. അവിടെ ഇന്നവരൊക്കെ പറഞ്ഞ്, നമ്മുടെ ഈ ഷെഡൊക്കെ അടിച്ചു പൊളിച്ച് നമുക്ക് നാട്ടുകാരും ഇപ്പൊ ഇവന് ആർക്കും വേണ്ട, സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കാർക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊന്നെന്നും പറഞ്ഞ് ആൾക്കാരെല്ലാം കൂടെ ഈ ചർച്ച അടിച്ചു പൊളിച്ച് പാസ്റ്റർ അടിക്കുന്നു. പാസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏലിയാവിന് ദൈവം കൊടുത്ത ദർശനം പോലെ, ആ വിധവയുടെ മകന്റെ കയറി കിടന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്ത ദർശനം പോലെ പാസ്റ്റർ ഒരു ദർശനം ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തു. ദർശനം എന്റെ ശരീരത്തിൽ എന്റെ ഉടുപ്പ് ഊരിയിട്ട്, പാസ്റ്റർ ശരീരത്തിൽ ഉടുപ്പ് ഊരിയിട്ട് 6 അടി പൊക്കോളം ഉണ്ട് പാസ്റ്ററിന്, നല്ല ഇതുണ്ട്. പാസ്റ്റർ എന്റെ ശരീരത്തിൽ കയറി കിടന്ന് 30 മിനിറ്റ് അനക്കമില്ലാതെ കിടന്ന ശരീരത്തിൽ കയറി 10 മിനിറ്റോളം പ്രാർത്ഥിച്ചെന്നാണ്. എന്റെ ശരീരം പെട്ടയ്ക്കുന്നത് പോലെ ഭയങ്കര പെടപ്പുണ്ടായിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വിവിധ ഭാഷകളിൽ സർവശക്തനായ ദൈവത്തെ ഞാൻ ആരാധിപ്പാൻ ഇടയായി. അവിടെ നിന്നവർക്കെല്ലാം സന്തോഷമായി. അവിടെ നിന്നവർക്കും ഇതെല്ലാം സന്തോഷമായി. അതിന്റെ തൊട്ട് പിറ്റേന്ന് എനിക്ക് പനി വന്നു, പാസ്റ്റർക്കും പനി വന്നു. എന്റെ അളിയന്റെ വീട്ടിലേക്ക് എന്നെ വിടയാണ്. വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ സാറേ എന്റെ ശരീരത്തില് ഭയങ്കരമായ നെഞ്ചുവേദന എനിക്കുണ്ടായി. നെഞ്ചുവേദന സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അറിയാതെ മൂത്രത്തിൽ കൂടി ഈ പാൻറിൽ കൂടെ മൂത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്റെ അളിയനെ ഞാൻ കൂടെ ഒരു സഹോദരൻ നിന്ന്, ഒരു സഹോദരൻ ആശാരി പണി ചെയ്യുന്ന ആ സഹോദരനെ പറഞ്ഞു വിട്ട്, വീട്ടുകാർ വിട്ട് ഒരു കാർ വിളിച്ചുകൊണ്ട് വന്ന് നേരെ എന്നെ പാസ്റ്റർ അടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, കാസ്റ്റിങ്ങിൽ എത്തുന്ന സമയത്ത് ഈ കാർ മൊത്തം നീല തീയ. ഞാൻ നെഞ്ചുവേദന എടുക്കുന്ന കാറിലും ഇങ്ങനെ മൂത്രം പൊക്കോണ്ടിരിക്കണം. നെഞ്ചുവേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആറ്റിങ് കഴിയുന്ന സമയത്ത് കാർ മൊത്തം കാട്ടും നീല തീയായപ്പം ഡ്രൈവർ ഇപ്പുറത്തില് ആരുമില്ല. കയറുമ്പോൾ അതിന്റെ തൊട്ടിപ്പുറത്ത് തിരിഞ്ഞൊരാളിരിക്കുക. എനിക്ക് മാനസികപരമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്റെ വണ്ടിയാണ്, ഇതിന്റെ അകത്ത് മൊത്തം നീല തീ കത്തുന്നു, ഒരാൾ അതിന്റെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ഈ നിലവിളിക്കാൻ നിർത്തുന്നില്ല. അപ്പൊ ക്ലാസ് മൊത്തം പിടിച്ചിട്ട് റോട്ടിൽ കൂടെ നിലവിളിച്ചെന്നാണ് അളിയനും പെങ്ങളും ആ സഹോദരനും പറഞ്ഞത്. നിലവിളിച്ച് പാസ്റ്റർ വീട്ടിൽ എന്നെ കൊണ്ടുപോയിട്ട് അവിടെ പാസ്റ്റർ പിടിച്ചെന്നിട്ട് ഞാൻ പറയുന്നത്, പാസ്റ്റർ ഇത് എനിക്കുള്ള വണ്ടിയാണ്, ദൈവം തന്നെയാണ്, ഈ കാർ മൊത്തം നീലത്തിയാണ്, യേശു ഇതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ എന്നെ കൊണ്ട് റൂമിൽ കിടത്തി. ആ റൂമിൽ എന്നെ കിടത്തുന്ന സമയത്ത് കുറെ നേരം എനിക്ക് പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവരോടൊന്നും പറയാൻ പറ്റത്തില്ല. നെഞ്ചുവേദന ശക്തമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അവരെ റൂമിൽ എന്നെ കിടത്തിയത് എനിക്കറിയാം. ആ റൂം മൊത്തവും നീല തീയായിട്ട് അവരൊക്കെ പോയി കിടന്ന് ഉറങ്ങിയില്ലെന്ന് എനിക്കറിഞ്ഞൂടാ. എന്റെ ഈ വലത്തെ കൈ സ്തംഭിച്ചു പോയി, ഈ റൈറ്റ് കാല് സ്തംഭിച്ചു പോയി, ഇടത്തെ കാല് സ്തംഭിച്ചു പോയി, ഈ ഇടത്തെ കൈ സ്തംഭിച്ചു പോയി. എനിക്ക് നെഞ്ചിങ്ങനെ ശക്തമായിട്ട് പൊങ്ങാനും താരാനും തോന്നി. എന്റെ വാ ശക്തമായിട്ട് തുറന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ആ ബെഡ് മൊത്തം മൂത്രം, വായി കൂടി ശക്തമായിട്ട് ബ്ലഡ് വരാൻ തുടങ്ങി. ഞാൻ കാണുന്ന നീല തീരെ 2 വ്യക്തികൾ നിൽക്കുക. ഒന്ന് തേജസ് പോലത്തെ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന കണക്കത്ത ഒരു തേജസിന്റെ കണക്കത്തെ ഒരു വസ്ത്രം, ഹിന്ദിക്കാരുടെ അതേപോലത്തെ ഡ്രസ് ധരിച്ച, ഒരു പറ്റ മുടി വെട്ടിയ കറുത്ത മീശയും താടിയൊക്കെ ഉള്ള
ആ വ്യക്തിയിലേക്ക് എന്റെ വായിൽ നിന്ന് ഒരു തീകോളം ആ വായിലേക്ക് കടന്നു പോകുന്ന അത്ര എനിക്കറിയാം. അതിനുശേഷം ഒരു ബുക്ക് എന്നെ എടുത്ത് ഇതേപോലെ ഭാഷ എഴുതിയ കുറെ പാട്ട് എഴുതിയ ഇതേപോലത്തെ ഒരു ബുക്ക് എടുത്ത് എന്നെ കാണിച്ചു. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മുടിയും താടിയൊക്കെ വളർത്തിയ പട്ടുടുത്ത ഒരു വ്യക്തി ഭൂമിയിൽ നിൽക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ആ വ്യക്തിയെ അവസാനം വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. രാവിലെ പാസ് വന്നു കഴിഞ്ഞു. റൂമിൽ നോക്കുമ്പോൾ ബ്ലഡ് ഉണ്ട്, മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് ഓർമ്മയില്ല. ആശുപത്രി എടുത്തോട്ട് പോയി. പാസ്റ്ററിന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ച് അത് എന്താണെന്ന് എനിക്ക് എന്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാൻ പറ്റില്ല, പാസ്റ്റർക്ക് കൃപയൊക്കെയുള്ളതല്ലേ, പാസ്റ്റർ എന്നെ പ്രാർത്ഥിച്ച് കണ്ടുപിടിച്ചോ. കഴിഞ്ഞ ദിവസം എന്റെ കണ്ണിൽ ഐസ് വെച്ചതും എന്റെ കാലിലിട്ട് എന്തോ ഇട്ട് ചിരണ്ടിയതും കൈ പിടിച്ച് തിരിച്ചേക്കെ ഞാൻ പാസ്റ്റർ അല്ല അവിടെ നിന്നവരാ, എനിക്ക് അനക്കം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിച്ചു, പാസ്റ്റർക്ക് ദൈവം ദർശനം കാണിച്ച മരിച്ച ഒരു മനുഷ്യനെ ഒരു പെട്ടിയിലാക്കി പാസ്റ്ററൊക്കെ ആയിരിക്കുന്ന വീട്ടിൽ കൊണ്ടുവയ്ക്കുക. അവരൊന്നും ചെയ്യുന്നില്ല. ഈ പെട്ടി തുറന്ന് ഈ മനുഷ്യൻ വെളിയിലേക്ക് കടന്നു വരുന്ന. ഞാൻ പറഞ്ഞു അതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച. ആശുപത്രി കൊണ്ടുപോയി ബ്ലഡും പ്ലാസ്മയും കയറ്റി. 2004 ഈ ഞാൻ ആശുപത്രി വിട്ടിറങ്ങുന്ന. 2004 എനിക്ക് ചികിത്സിക്കാൻ വകയില്ലാതെ ഞാൻ ആശുപത്രി വിട്ടിറങ്ങുകയാണ്. എനിക്ക് ചികിത്സയ്ക്ക് മുമ്പോട്ട് പോകാൻ ഒരു വകയില്ല. അങ്ങനെ ഞാൻ 19/5/2004 ആശുപത്രി വിട്ടിറങ്ങി. ഇത് കഴിഞ്ഞ് ഇതെല്ലാം സംഭവിച്ചു. ബ്ലഡും പ്ലാസ്മയും കയറ്റി അളിയന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി എന്നെ അവിടെ കിടത്തുന്ന സമയത്ത് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാത്രി വീണ്ടും ആ ഒരു മനുഷ്യൻ വന്ന് എന്റെ ശരീരത്തിൽ തടവിയിട്ട് പറയേ, എന്റെ ശരീരത്തിലെ രക്തം ഞാൻ നിനക്ക് തരാൻ പോവേ, നിന്റെ ശരീരത്തിലെ രോഗത്തെ ഞാൻ എടുത്തു മാറ്റാൻ പോവേ, ഞാൻ യേശുവാണ്, നിനക്കൂടെ വേണ്ടി നിന്റെ പാപത്തിനൂടെ വേണ്ടിയാണ് ഞാൻ രക്തം ചൊരിഞ്ഞത്. ആ രക്തം ഡോക്ടർമാർ ലോകം അതിശയിക്കുന്ന രീതിയിൽ നിന്റെ ശരീരത്തിൽ ഞാൻ തരാൻ പോവേ. ഇത് ഞാൻ കണ്ണ് തുറന്ന് ഇരിക്കുമ്പോഴല്ലേ രാത്രി കിടന്നിറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഈ സ്വപ്നമൊക്കെ ഞാൻ കണ്ടു. എന്നിട്ട് എന്നെ വിട്ട് ഈ രൂപം പോയി, ഈ കണ്ട രൂപം മാറിപ്പോയി. പിറ്റേന്ന് രാവിലെ ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു, അളിയ എന്റെ ശരീരത്തിൽ ആരാവുന്ന തൊട്ട് എന്റെ ശരീരത്തിൽ രക്തം പകർന്നു. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, വഴി സത്യവും ജീവനും ഞാൻ തന്നെയാ. എങ്ങനെ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആയപ്പോ എന്റെ അളിയൻ എന്റെ കണ്ണൊക്കെ പിടിച്ച് പീലി നോക്കി, കയ്യിലെ നഖം നോക്കി, ചുണ്ട് നോക്കി. കഴിഞ്ഞ ദിവസം നമ്മൾ ബീഫ് വെള്ളത്തിയിട്ട് കഴുകി വെളുപ്പിച്ചെടുക്കുന്ന പോലെ ചുണ്ടൊക്കെ വെളുത്ത്, കണ്ണ് വെളുത്ത്, മുഖമൊക്കെ വിളറിയിരുന്ന എന്റെ ശരീരത്തിൽ റോസാപ്പൂവിന്റെ കളറ്. അളിയൻ പറഞ്ഞു, നീ പറഞ്ഞ കണ്ട ഇന്നലെ രാത്രി നിന്നെ കാണിച്ച എന്തോ ഒരു സംഭവം. അളിയനെ ഒരു വല്ലാത്ത വിമിഷ്ടം പോലെയായി. അപ്പം വീട്ടിന്റെ ഒരുപാട് താഴെ നിന്ന് വേണം റോട്ടിലേക്ക് കയറുവാൻ. അപ്പൊ ഓട്ടോ വിളിച്ച എന്നെ കൊണ്ടുപോകണം. ഞാൻ അളിയന്റെ അടുത്ത് പറഞ്ഞു, ബസ് സ്റ്റോപ്പ് വരെ ഞാൻ നടന്നു വരും, നമുക്ക് ബസ്സിൽ പോവാന്ന്. അളിയൻ പറഞ്ഞു, പറ്റൂല, നീ വല്ലവരുടെ ദേഹം നടന്നു വീഴും, എന്റെ ഇപ്പം പൈസയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. ലാബിൽ ചെന്നു എനിക്കൊരു ബുക്കുണ്ട്. ഈ ബുക്കിലാണ് മൊത്തം ടെസ്റ്റ് എഴുതി തരുന്ന ഡോക്ടർ. അങ്ങനെ ഈ ബുക്ക് അവിടെ കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ലാബിലെ സിസ്റ്റർ എന്ന് പറഞ്ഞ് ഈ ആളിന്റെ ബ്ലഡ് ഞങ്ങളെടുത്ത് ടെസ്റ്റ് ചെയ്ത് ഈ അസുഖമുള്ള ആരും തന്നെ ഞങ്ങളെ നിലവിലില്ല. 3.1 ലാസ്റ്റ് ആയിട്ട് ആശുപത്രി വിട്ട് ഇറങ്ങുമ്പം ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഈ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിന് ഭയങ്കര അതിശയമാണ്. ഈ വ്യക്തി ആരെന്ന് ചോദിച്ചു. ആ നിന്ന മോഹൻ എന്ന് പറഞ്ഞാൽ എന്റെ അളിയൻ്റെ പറഞ്ഞു, എന്റെ അളിയനാണെന്ന് പറഞ്ഞു. ഈ വ്യക്തിയുടെ പുതിയ റിസൾട്ട് 15.9 ബ്ലഡിന്റെ അളവ്, എല്ലാം നോർമലാ. അങ്ങനെ ഒരു അസുഖം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇല്ല. ഞാൻ പാസ്റ്റർ അടുത്ത് നേരെ ചെന്ന് പറഞ്ഞു, പാസ്റ്റർ യേശു എന്നെ സൗഖ്യമാക്കി, യേശു എന്നെ വിടുവിച്ചു, യേശു ജീവനുള്ള ദൈവമാണ്, അവനിൽ കൂടി ഒരു വിടുതലുണ്ട് എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കെന്ന് പറയാനിടയായി. പാസ്റ്റർ പ്രാർത്ഥിച്ചു. 2006 കളമശ്ശേരി ബൈബിൾ കോളേജിൽ കർത്താവിന്റെ കൃപയാൽ എന്നെ അവിടെ കൊണ്ടുവന്നു. പാസ്റ്റർ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാസ്റ്റർ ഒരു ദൂത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ ദൈവം ഞാനല്ല, മണികണ്ഠനല്ല നിന്റെ ദൈവം, നിന്റെ ദൈവം യേശുവാ. ഞാനും നീയായിട്ട് ഇവിടം വെച്ച് എല്ലാ ബന്ധവും കട്ട് ചെയ്ത് കളയാൻ നീ യേശുവായിട്ട് ആയിക്കൊള്ളണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ പാസ്റ്റേ, അല്ലെങ്കിൽ നീ എന്നെ ദൈവമാക്കി നിന്റെ ജീവിതകാലം മൊത്തം പൂജിക്കും, എന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതുകൂടി തീരെ നീ പ്രാർത്ഥിച്ചോണം, നീ യേശുവിന്റെ നിന്ന് മേടിച്ചോണം, നീ യേശുവായിട്ട് ഇനിയുള്ള കാലം ആയിക്കോളണം, ഞാൻ ദൈവമല്ല എന്ന് പറഞ്ഞിട്ട് പാസ്റ്റർ പോയി. ബൈബിൾ കോളേജിൽ ചെന്നു. വളരെ ബുദ്ധിമുട്ടുള്ള, ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തതൊക്കെ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റത്തില്ല, ഇത് കഴിയത്തില്ലെന്നൊക്കെ അവിടെ നിന്നവരും പറഞ്ഞു, ഞാനും പറഞ്ഞു. കൃപയാല് 3 വർഷം അവിടെ പഠിച്ചു. 3 വർഷം അവിടെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് പെട്ടെന്ന് ഒരു പനി വന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഞാൻ മനോജ് എന്ന് പറഞ്ഞ സാറിന്റെ മക്കൾ 5 പേര് ഡോക്ടർ മനോജ് സാർ എന്നെ അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ മനോജ് സാർ പറഞ്ഞ പ്ലാസ്റ്റിക് അനീമി എന്ന് പറഞ്ഞാൽ മാരകമായ ഒരു രോഗം പിടിച്ച് അവിടെ നോക്കുന്നതും കളമശ്ശേരിയിൽ നോക്കുന്നതും ഒരു പാസ്റ്ററാണ്, ഡോക്ടറും കൂടെയാണ്.
ഡോക്ടറെ കംപ്ലീറ്റ് ടെസ്റ്റും ചെയ്തിട്ട് പറയാം ഈ മനുഷ്യന്റെ ശരീരത്തിൽ അന്ന് 15 ഇപ്പൊ 16.9 ബ്ലഡിന്റെ അളവ്. യാതൊരു ഒരു കുഴപ്പമില്ല, അത് പൊടി എന്തോ അടിച്ചിട്ട് വന്നെന്നും പറഞ്ഞു ഒരു ദിവസം അവിടെ കിടത്തിയിട്ട് വിട്ടു. കൃപയാല് 2008 പഠിത്തം കഴിഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. ഞാൻ അവിടുത്തെ വീട്ടിൽ നിന്നപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടായി. അവിടുത്തെ ബൈബിൾ കോളേജിലൊക്കെ നിർത്തി. കളമശ്ശേരി യൂണിവേഴ്സിറ്റി അടുത്ത UBC ബൈബിൾ കോളേജിൽ നിർത്തി. എനിക്കും എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. ഓരോ നേരത്തെ ആഹാരത്തിന് മുമ്പോട്ട് വഴിയില്ല. ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് എനിക്ക് തോന്നി 21 ദിവസം ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. 21 ദിവസത്തെ ഉപവാസം പ്രാർത്ഥനയും കഴിഞ്ഞ് എനിക്ക് ഒന്നും കഴിക്കാനില്ല. രാത്രി കറണ്ടും പോയി, നല്ല മഴയാ. കതവിലൊന്നും ഒരു മനുഷ്യൻ തട്ടുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞ് പേടിക്കേണ്ട ബാബു എന്ന് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എന്നെ പഠിപ്പിച്ച് AJV സാറാ. എനിക്ക് ഭക്ഷണം കഴിക്കണം. അവര് കാക്കനാട്ടാ താമസിക്കുന്നത്. ആന്റിക്ക് കളക്ടറേറ്റ് ജോലിയുണ്ട്. ആന്റിയുടെ മനസ്സിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം അവിടെ കോഴിക്കറി ഉണ്ടാക്കി, ബ്രെഡും ഉണ്ടാക്കിയപ്പോൾ ഒരിക്കലും അതിന് ശേഷം മുമ്പും തന്നിട്ടില്ല, പിമ്പും തന്നിട്ടില്ല. അവരെ മനസ്സിൽ എനിക്ക് കൊടുത്തു വിടണമെന്ന് തോന്നി. അവിടെ വെച്ച് കഴിച്ച് ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങി. എനിക്ക് 2008 ശേഷം സർവശക്തനായ ദൈവം പെരുമ്പാവൂരത്തേക്ക് ഒരു വഴി ദൈവം തുറന്നു. അവിടെ കടന്നു വന്ന് അധിക നാള് എത്തുന്നതിന് മുമ്പേ ഒരു ഭവനം, ജെയിംസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഭവനം തമ്പുരാൻ എനിക്ക് വേണ്ടി തുറന്നു വന്ന്. അവിടുത്തെ ആന്റി മരിച്ചുപോയി. 2 കുഞ്ഞുങ്ങളും ശ്വാസം മുട്ടാൽ ജനിച്ചപ്പോൾ മുതൽ ശ്വാസം മുട്ടാൽ അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, മുരടിച്ചു പോയി. ആ കൊച്ചുങ്ങൾക്ക് ദൈവം അത്ഭുത വിടുതൽ കൊടുത്തു. അങ്ങനെ ആ ദേശം മൊത്തം ദൈവം വിടുതൽ അയക്കാൻ തുടങ്ങി. അങ്ങനെ കോതമംഗലത്തുള്ള അവരുടെ ബന്ധപ്പെട്ട ഒരു ഷീല എന്ന് പറഞ്ഞ ഒരു സഹോദരി അവിടെ കടന്നു വന്ന് അവരുടെ മോളുടെ ഒരു വിഷയമായിട്ട് കടന്നു വന്നു. പക്ഷെ ഇവരെ കണ്ണിന്റെ ഒരു കാഴ്ചയില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സർവശക്തനായ ദൈവം അവരെ കണ്ണിന്റെ കാഴ്ച ജന്മന ഇല്ലാത്ത അത്ഭുതമായിട്ട് കാഴ്ച കൊടുത്തു. അവർ കോതമംഗലത്തേക്ക് ഞാൻ കടന്നു വന്നു. 2010 മുതൽ 2009 കോതമംഗലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. 2010 വിവാഹം നടന്നു. 2013 കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് തമ്പുരാന്റെ വാഗ്ദത്ത പ്രകാരം ഒരു ആൺകുഞ്ഞുണ്ടായി. ആദ്യം ഒരു കുഞ്ഞുണ്ടായി, ഗാർഡെടുപ്പില്ലാതെ പോയി. രണ്ടാമത് ഡോക്ടർ പറഞ്ഞു അതിനെയും കിട്ടത്തില്ല, അതിന് ഗാർഡെടുപ്പില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ജീവൻ തന്ന ദൈവം, എനിക്ക് ആരോഗ്യം തന്ന ദൈവം, എന്നെ ഈ ഭൂമിയിൽ ജീവൻ തന്ന് നിർത്തിയിരിക്കുന്ന ദൈവത്തിന് ഗാർഡെടുപ്പില്ലെങ്കിൽ സൂസൻ എന്ന ഡോക്ടറുടെ പേര് വെസലിയോസില്ല. ഡോക്ടർ പറഞ്ഞു എന്റെ വീട്ടിൽ നിങ്ങളെ പോലെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഒരാഴ്ച മറ്റേതിനെ പോലെ ആഘോഷത്താക്കി കളയാതെ ഡേറ്റ് തരാം. ആ ഡോക്ടർ ഡേറ്റ് തന്ന് 5-ാം ദിവസം സർവശക്തനായ ദൈവം ഒരു സ്വർണ്ണ വടിവെന്ന് വയറിലേക്ക് തുടങ്ങി ഒരു ശരി ഇട്ട് കാണിച്ചു, ഒരു വൃക്ഷത്തെ എടുത്ത് കാണിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു ആ കുഞ്ഞിന് ഗാർഡെടുപ്പ് തുടങ്ങി. തമ്പുരാൻ അത്ഭുതം ചെയ്തു. 7-ാം ദിവസം സ്കാൻ ചെയ്തപ്പോൾ ആ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല. ഇന്ന് എന്റെ കൂടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ അരോമ TV സാക്ഷ്യം പറയുമ്പോൾ വെളിയിൽ നിൽപ്പുണ്ട്. അങ്ങനെ 2010 അപ്പനും ഇല്ല, അപ്പൻ ഇപ്പൊ ഇല്ല. അമ്മ ക്യാൻസറായിട്ട് മരിച്ചുപോയി. സ്വന്തമായിട്ട് വീടോ യാതൊന്നും ഇല്ലാത്ത ഒരു സഹോദരിയായി ഈ ജയിൽ മിഷണറി ചെയ്യുന്ന ജോസ് വലപ്പാട് എന്ന് പറഞ്ഞ ആ സഹോദരൻ മുഖാരം കണ്ടുമുട്ടാനിടയായി. കൂത്താട്ടോളത്ത് AG ചർച്ചിലെ ജോസഫ് പാസ് മുൻകൈ എടുത്തു. പാസ് തന്നെ മറ്റുള്ളവരുടെ പറഞ്ഞ് പൈസയെല്ലാം ചെലവഴിച്ച് 2010 വിവാഹം കഴിഞ്ഞു. 2011 എല്ലാ സംഘടനകളും വിട്ടിട്ട് തമ്പുരാൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഏൽപ്പിക്കുന്ന വേല ചെയ്ത് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും വീടിന് വാടക കൊടുക്കാനോ യാതൊന്നും നിവർത്തി ഒന്നുമില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച് കർത്താവെ എനിക്കൊരു വീട് കർത്താവ് തന്നെങ്കിൽ കൊള്ളായിരുന്നു. സ്വന്തമായിട്ട് വേണ്ട കർത്താവെ. ആരെങ്കിലും വെളിരാജ്യത്തൊക്കെ പോയി കോതമംഗലത്തൊക്കെ ഇഷ്ടം പോലെ അമേരിക്കക്കാരുടെ വീട് കൂട്ടിയിട്ടുണ്ട്, എനിക്കൊരു വീട് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. അപ്പൊ തന്നെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി 2017. ആ കുഞ്ഞുണ്ടായപ്പോ 7-ാം മാസത്തിൽ വളർച്ച താന്നുപോയി, ബ്ലഡ് താന്നുപോയി. കോതമംഗലത്ത് സിനി എന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിനെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് കോട്ടയത്തേക്ക് ഞാനും ജയം മാത്രമേ ആംബുലൻസിൽ കയറ്റി അവിടെ വിട്ടു. അവിടെ ചെന്നപ്പം ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടൂല. ഞാൻ പറഞ്ഞു യേശുവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഡോക്ടറെ. എന്റെ യേശു ഈ കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്റെ കയ്യിൽ തരുവാൻ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞു. അപ്പോൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കണ്ണ് കാണത്തില്ല, ചെവി കേൾക്കത്തില്ല, നടക്കത്തില്ല, ഇങ്ങനെയൊക്കെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് 8 വയസ്സായി. ബെദാനി എന്ന പേര്. യാതൊരു കുഴപ്പമില്ല. അതും ഡോക്ടർമാർക്ക് അതിശയകരമായിരിക്കുന്നു. ആ സമയത്ത് എന്റെ ഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു എനിക്കൊരു വീട് വേണമെന്ന്. കോതമംഗലത്ത് 15 വർഷം കൗൺസിലർ ആയിരുന്ന KV തോമസ് എന്ന് പറഞ്ഞ അച്ചായനോട്ട് ഞാൻ പരിചയപ്പെടുവാനിടയായി. പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആച്ചായന്റെ അടുത്ത് വേറൊരാൾ മുഖാന്തരം ഞാൻ പറഞ്ഞ് ഞാൻ ഈ വീട്ടിൽ വാടക ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പൈസയുണ്ട്, ആ പൈസ പിടിച്ച് ഞാൻ ആച്ചായന് തരാം. എൻ്റെ വേറെ ഒരു നിവർത്തിയില്ല. ആരെങ്കിലുമൊക്കെ തരാണെങ്കിൽ ഞാൻ പൈസ തരാം, അല്ലെങ്കിൽ ഈ സ്ഥലം കൊണ്ട് വേഗി വെച്ചിട്ട് ഞാൻ പൈസ തരാം, എൻ്റെ കിട്ടുന്നതനുസരിച്ച് തരാമെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഒരു പരിചയമില്ലാത്ത കാത്തൽസ് കുടുംബത്തിൽപ്പെട്ട ഇന്ന് ഞാൻ പറയുമ്പോഴും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു വിശ്വാസിയുടെ വീട്ടിൽ ഇരുന്നല്ല എൻ്റെ സാക്ഷ്യം പറയുന്ന കാത്തൽസ് കുടുംബത്തിൽപ്പെട്ട ഒരു ആശയം എന്ന് പറഞ്ഞു സഹോദരന്റെ വീട്ടിൽ ഇരുന്നാണ്. എൻ്റെ വീട്ടിൽ ഇതൊന്നുമില്ല, നെറ്റ് കണക്ഷൻ ഒന്നുമില്ല. അവരെനിക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്ന് അവിടെ ഇരുന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്.
ദൈവത്തിന് എവിടെയും തുറക്കാൻ പറ്റും. ഏത് വാതിലും തമ്പുരാൻ നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഞാൻ ബാങ്കിൽ കൊണ്ട് 6 ലക്ഷം രൂപ ലോൺ എടുത്ത് സ്ഥലത്തിന്റെ പൈസ മാത്രമേ കൊടുക്കാനുള്ളൂ, പിന്നെയും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അച്ഛൻ മേടിച്ചതിനേക്കാൾ ഒരുപാട് പൈസ താത്താണ് എനിക്ക് സ്ഥലം തന്നിരിക്കുന്നത്. ഈ പൈസ വീടിന് 10 ലക്ഷം രൂപ വീട് 4 ലക്ഷം രൂപ കുറച്ച് 5.5 ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞു തരാൻ സഹായിച്ചു. അത് പറയാൻ കാരണം, 1 ലക്ഷം സ്ഥലം തന്നു. പിന്നെ കുറെ പ്രിയപ്പെട്ട ഡോക്ടർമാരും സഹോദരിമാരും ഒക്കെ ഇടപെട്ട് അച്ഛൻ്റെ പൈസ കംപ്ലീറ്റ്, ഒരിക്കൽ പോലും പൈസ എന്റെ പൈസ തരണമെന്ന് പറഞ്ഞിട്ടില്ല, ചോദിച്ചിട്ടുമില്ല. ഇപ്പോഴും ആ കൗൺസിലർ കെ വി തോമസ് എന്ന് പറഞ്ഞ സാറ്, അവരുടെ കുടുംബം കഴിഞ്ഞ ദിവസം എന്റെ കൊച്ചിന് ഒരു സൈക്കിൾ മേടിച്ചു കൊടുക്കുകയുണ്ടായി ജയിച്ചപ്പോൾ, കൂടെയുണ്ട്. അങ്ങനെ അച്ചായൻ കൂടെ ഇപ്പോഴും എന്താവശ്യത്തിനും നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം വഴി തുറന്നുകൊണ്ടിരിക്കുന്നു, കൂടെയുണ്ട്. അങ്ങനെ പൈസയൊക്കെ അച്ചായന്റെ കൊടുത്തു തീർത്തു. കൃപയാല് 2017 സർവശക്തനായ ദൈവം ഒരു ഷെഡ് ആഗ്രഹിച്ച എനിക്ക് മനോഹരമായ ഒരു ഭവനം തരുവാൻ, 2 കുഞ്ഞുങ്ങളെ തരുവാൻ, ദൈവത്തിന്റെ മേലെ മെലീദ ഇൻ ക്രൈസ് എന്ന് പറഞ്ഞ എന്റെ കൂടെ പഠിച്ച ഡിൽവൻ എന്ന് പറഞ്ഞ പാസ്റ്ററൂടെ കേരളത്തിലെല്ലായിടും വണ്ടിയുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, പോയി ചെയ്യുന്നു. കോതമംഗലത്ത് ഒരു ചെറിയ കൂട്ടായ്മയായിട്ട് കൂത്താട്ടോളത്ത് ഏജിയിലുണ്ട്. ദൈവം വിടുന്നിടത്ത് എല്ലാം പോയി ചെയ്യുന്നു. 2010 എന്റെ വികലാംഗത്വം 60% ആക്കി തന്ന ആന്റി പറഞ്ഞ പോലെ കുറച്ച് നിന്റെ കാലിന് സൗഖ്യം തരും. 2013 ഡോക്ടർ മാറ്റി എഴുതി 40% നിന്റെ കാലിന് കുഴപ്പമുള്ളെന്ന്. എനിക്ക് 2 വീലർ ഓടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിടത്ത് 2 വീലറുമായിട്ട് കൊല്ലം വരെ 1.5 ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിച്ച് ദൈവം ഇടുന്നിടത്തൊക്കെ വാഹനം ഓടിച്ചു പോകാൻ ദൈവം സഹായിക്കുന്നു. എന്നെ കേട്ടോണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഈ ചാനലിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അതുപോലെ പ്രേക്ഷകർക്കും എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ദൈവം വാക്ക് പറഞ്ഞാൽ മാറ്റത്തില്ല. അവൻ റോമാലേഖനം 4:17 നിർജീവമായി പോയല്ല, ജീവൻ വെപ്പിക്കുന്ന ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്നത്. എന്റെ ശരീരം രക്തമില്ല, പ്ലാസ്മയില്ല, വീടില്ല, കുഞ്ഞില്ല, കുടുംബമില്ല, ഒന്നുമില്ലാത്ത എന്റെ ജീവിതത്തിൽ എനിക്ക് 4 വണ്ടി സർവശക്തനായ ദൈവ സ്കൂട്ടർ തരുവാൻ ഇടയായി. എനിക്ക് തന്നവരെ ഒന്നും ഇതുവരെ എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു തരും. കർത്താവിന്റെ കൃപയാൽ ഒന്നിനും കുറവില്ലാതെ എന്നെ നടത്തുന്ന, ഇന്ന് എനിക്ക് ആയിരക്കണക്കിന് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരന്മാരുണ്ട്, വിളിച്ചന്വേഷിക്കാൻ അനേകം പേരുണ്ട്. അനേകം പേർക്ക് സൗഖ്യം കൊടുക്കും. ഞാൻ പറഞ്ഞു, യേശുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയ കർത്താവ് പറഞ്ഞു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ ഒരു സ്റ്റെപ്പ് നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് വെക്കുമ്പോൾ 1000 സ്റ്റെപ്പ് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വാക്കാ, നിന്റെ അപ്പനും അമ്മയും നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കത്തില്ല. ആ ദൈവം ഡോക്ടർമാർ അതിശയിക്കുന്ന രീതിയിൽ, കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഗവൺമെന്റ് ആശുപത്രിയുണ്ട്, അമലെന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. എന്റെ പൊന്നു പാസ്റ്ററെ, ഈ അസുഖത്തിന്റെ പ്രത്യേകത ഇന്നെങ്കിലും പാസ്റ്റർ, അസ്ഥിയിലെല്ലാം പൊടിഞ്ഞു പോകും, മാംസമെല്ലാം ദ്രവിച്ചു പോകും, നരമ്പുകളെല്ലാം സൂക്ഷിച്ചു പോകും, പല്ലെല്ലാം കൊഴിഞ്ഞു പോകും, കണ്ണിന്റെ കാഴ്ചയെല്ലാം പോകും. ഒരു വ്യക്തി ജീവിക്കത്തില്ല, പാസ്റ്റർ ജീവിക്കുന്ന ദൈവത്തിന്റെ കൃപയാൽ എന്ന് പറയാനിടയായി. എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും പാസ്റ്റർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കി ഞാൻ തുടർന്ന് എനിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കും. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷം അടിയന്റെ ജീവിതത്തിൽ ചെയ്ത തെളിവുൾപ്പെടെ സകലം കർത്താവ് ഞാൻ ആരോമ ടിവിയിൽ പറയുവാനിടയായി. സർവശക്തനായ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച് വഴിയും സത്യവും ജീവനും നീയാകുന്നു, നിന്നിൽ കൂടിയല്ലാതെ ഒരുവനും പിതാവിന്റെ അടുത്ത് എത്തുന്നില്ല. യോഹന്നാന്റെ തിരുവചനത്തിൽ 14:1 പറയും, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്, ഈ പിതാവിലും എന്നിലും വിശ്വസിക്കുക, എന്റെ പിതാവിന്റെ അടുത്ത് അനേകം വാസസ്ഥലമുണ്ട്. ഇവിടെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 ഒരു നാൾ ഇവിടെ വിട്ട് പോകേണ്ടി വരും. എന്നെ പ്രിയപ്പെട്ടവർ കേട്ടോണ്ടിരുന്നെങ്കിൽ എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർത്ത പോലെ നിത്യതയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതൊരു ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമാകുവാൻ, വിടുതലാകുവാൻ, സമാധാനമാകുവാൻ, സ്വസ്ഥതയാകുവാൻ, അനേകം മരുന്നിന് വകയില്ലാതെ, ആ ഗുളി മേടിക്കാൻ നിവൃത്തിയില്ലാതെ, ഒരു വീടില്ലാതെ, എന്നെ പോലെ ആർക്കും വേണ്ടാതെ അനാഥനായി കിടക്കുന്ന അനേകം പേരുണ്ട്. എങ്കിലും തന്ന് എന്നെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും തന്നു ഒരു ദൈവ വേലക്കാരനാക്കി മാറ്റിയെങ്കിൽ ദൈവം ഇന്നും വിശ്വസ്തനായ ദൈവം എല്ലാവർക്കും സൗഖ്യം കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അരികിൽ കടന്നു വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും കൃപയും എന്നെ കേട്ട പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരോടും ആരോമ ടിവിയോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രാർത്ഥനയാചന കേട്ടനായി സ്വന്തം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ ചന്ദ്രബാബു. എത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ ഐശ്വര്യമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാടും ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു.
അനാഥത്വം പേറിയ ഒരു ബാല്യം, പോളിയോ ബാധിച്ച അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കും ആർക്കും വേണ്ടാത്ത ഒരു കുട്ടിക്കാലം, എല്ലാവരാലും ഒറ്റപ്പെട്ട് ആഹാരമോ വസ്ത്രമോ ഇല്ലാതെ ഇഷ്ടികക്കളങ്ങളിൽ ജോലി ചെയ്ത് അവിടെ കിടന്നുറങ്ങി, അവിടെ പല വീടുകളിലും കയറി ഇറങ്ങി ആഹാരം കഴിച്ച് അവിടുത്തെ അവരുടെ ജോലി ചെയ്ത് അവരുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് കഷ്ടപ്പെട്ട ഒരു ബാല്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് കണ്ണുനീരിൻ്റെയും വളരെയേറെ വേദനാജനകമായ ഒരുപാട് അനുഭവങ്ങളുടെയും ഓർമ്മകളായി അതവിടെ വിസ്മരിക്കാൻ പറ്റാത്ത പാറമേൽ എഴുതപ്പെട്ടതായ ചില ഓർമ്മകൾ പോലെ അതവിടെ കിടക്കുമ്പോൾ അതെല്ലാം മായ്ച്ചു കളഞ്ഞ് നിന്റെ അമ്മ മറന്നാലും നിന്റെ അപ്പനെ ഉപേക്ഷിച്ച് കളഞ്ഞാലും മറക്കാത്ത മാറാത്ത ഒരു ദൈവമാണ് കർത്താവെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് കർത്താവിൻ്റെ മകനാക്കി തീർത്ത അസാധാരണമായ അനുഭവങ്ങളുടെ ഓർമ്മകൾ ഈ സാക്ഷ്യത്തിൽ ഉടനീളം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പിന്നത്തേതില് ശാരീരികമായി നേരിട്ടതായ അസാധാരണമായ ചില രോഗങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. സാധാരണ ഒരു പുരുഷന് വേണ്ടുന്ന രക്തത്തിന്റെ കൗണ്ടിന്റെ ഒരംശം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ബ്ലഡ് കൗണ്ട് താണു വന്ന അവസ്ഥ, അതായത് 3.5 എന്നുള്ള ആ ഒരു കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജീവിച്ചിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് രക്തത്തിന്റെ അളവ് താണു വന്ന് നാളുകൾ ആ നിലയിൽ മുന്നോട്ട് പോയി. വൈദ്യശാസ്ത്ര പ്രകാരം ഒന്നുകിൽ മജ്ജ മാറ്റി വയ്ക്കുക, ചികിത്സ തുടരുക, അതിന് ഒന്നുകിൽ വെല്ലൂര് പോവുക, അല്ലെങ്കിൽ അമേരിക്കയിൽ പോവുക, ഭാരിച്ച തുക മുടക്കുക തുടങ്ങിയ ചികിത്സാ രീതികളും കാര്യങ്ങളും ഒക്കെയാണ് ഡോക്ടർമാർ നിർവഹിച്ചതെങ്കിൽ അതിന് സാധിക്കാത്തത് കൊണ്ട് പല വിധത്തിലുള്ളതായ പൂജകളും മന്ത്രവാദങ്ങളും സ്വാമിമാരുടെ അടുക്കലും ഒക്കെ പോയെങ്കിലും അവിടെയൊന്നും ലഭിക്കാതെ പോയ ആശ്വാസം ഒരു പാവപ്പെട്ട കർത്താവിൻ്റെ ദാസി വീടിന്റെ മുറ്റത്ത് വന്ന് നിന്ന് യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ യേശു ആരെന്ന് അവിടെ വെച്ച് ആദ്യമായി മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് പല സന്ദർഭങ്ങളിലായിട്ട് കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ചും ഉള്ള വ്യക്തമായ അറിവ് ലഭിക്കുകയും യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈതലായി തീരുവാനും ദൈവവചനം പഠിക്കുവാനും അവസരം ലഭിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ഇന്ന് കർത്താവിന് വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ, പരസ്യയോഗങ്ങൾ നടത്തുവാൻ, കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ, സുവിശേഷം പറയുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാനൊക്കെ വിവിധ നിലകളിൽ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അസാധാരണമായ ജീവിതാനുഭവങ്ങൾ, ദൈവപ്രവൃത്തികളെ കുറിച്ചുള്ള സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, വേദികളിൽ നിന്ന് വേദികളിലേക്ക്, ഒരു ദേശത്ത് നിന്ന് മറ്റു ദേശത്തേക്ക് തുടർന്നും സഞ്ചരിച്ച് ഈ യേശു കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് സൗഖ്യവും ആരോഗ്യവും കൃപയും തരട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോമാ ടിവിയിൽ ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അനേക പ്രേക്ഷകർക്ക് ഇതൊരു അനുഗ്രഹത്തിന്റെ വിടുതലിന്റെ കാരണമായി ഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, കേൾവിക്കാർ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും അനുഗ്രഹമായി തീരട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവല്ലോ. ഈ കർത്തൃദാസിനെയും കുടുംബത്തെയും നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുക. തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് സംബന്ധിക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.